ഓക്കെ ഫ്രണ്ട്സ്, ട്രേഡിംഗ് സൈക്കോളജി എപ്പിസോഡ് 5 നമ്മളുടെ ഇന്നത്തെ ട്രേഡിംഗ് സൈക്കോളജി എപ്പിസോഡ് 5ൻ്റെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് അൺലോക്കിംഗ് ദ ഹിഡൻ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഇൻ ട്രേഡിംഗ്. ഓക്കെ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ്? ഓക്കെ, നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് എന്തും ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്തും ആയിക്കോട്ടെ, അതിനെ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് കൊണ്ടുവരിക എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് സൈക്കോളജി എപ്പിസോഡ് 5 വരെ എത്തിയിട്ടുണ്ട്. എപ്പിസോഡ് 1 എന്താണ് നമ്മൾ പറഞ്ഞത്? എപ്പിസോഡ് 1 നമ്മളൊരു സൈക്കോളജി ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുത്തു. സെക്കൻഡ് എപ്പിസോഡ് 2 നമ്മൾ എന്താ പറഞ്ഞത്? എപ്പിസോഡ് 2 നമ്മളെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ എന്താണെന്ന് പറഞ്ഞു. എപ്പിസോഡ് 3 എന്താണ്? ഈ ഇമോഷണൽ റോളർ കോസ്റ്ററിൽ നമ്മൾ പറഞ്ഞ ഒരുപാട് ഇമോഷൻസിനെ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. എപ്പിസോഡ് 4 എന്താണ് നമ്മൾ പറഞ്ഞത്? എപ്പിസോഡ് 4 നമ്മൾ എങ്ങനെയാണ് നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ നിങ്ങളുടെ സൈക്കോളജി അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അപ്പം എന്താ ട്രേഡിംഗ് ക്യാപിറ്റൽ നമ്മൾ 3 തിരിച്ചു. ലോവർ ക്യാപിറ്റൽ, മോഡറേറ്റ് ക്യാപിറ്റൽ, ഡീസൻറ്റ് ക്യാപിറ്റൽ. ഇതിലേതിലാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഏത് ഒരു സ്ലാബിലാണ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ എപ്പിസോഡ് 4 പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രേഡിംഗ് സൈക്കോളജി എപ്പിസോഡ് 5 നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അൺലോക്കിംഗ് ദ ഹിഡൻ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഇൻ ട്രേഡിംഗ്. നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, മാത്സ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്സിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് മാർക്കറ്റിലെ മാജിക് എന്നും ലോജിക്കും എന്നായിട്ടൊന്ന് ജസ്റ്റ് തിരിക്കാം. ഓക്കെ, മാജിക് എന്ന് പറയുമ്പോൾ എന്താണ്? മാജിക് എന്ന് പറയുന്നത് മാർക്കറ്റിനെ ഇമോഷണലി ഇല്ലോജിക്കലി ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് മാജിക് എന്ന് പറയുന്നത്. ലോജിക് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചിൽ മാർക്കറ്റിനെ എന്താണ് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ലോജിക് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാനൊന്നും വരുന്നില്ല. അപ്പോൾ എന്താണ് മാർക്കറ്റിൽ വിറ്റ് പോകുന്ന 2 കാര്യമുണ്ട്, മാജിക്കും ലോജിക്കും. ഇതിൽ ഡിമാൻഡുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാജിക്കാണ്, ഡിമാൻഡ് ഇല്ലാത്തൊരു കാര്യം ലോജിക്കാണ്. എല്ലാവർക്കും മാജിക്കാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മാജിക്കാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ പുറത്ത് പോവുക, ലോജിക്കാണ് വേണ്ടെങ്കിൽ സ്റ്റേ ഹിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. നമ്മളുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ നോക്കുന്നത് മേജർ സൗണ്ട്സ് എന്നാണ്. ഓക്കെ, മേജർ സൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ എന്താണ് മെജോറിറ്റി ആളുകൾ എന്താണ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഈ ഒരു സെർട്ടൺ പീരീഡിൽ പറയുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിറ്റിംഗ് ദ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കൊണ്ട് വെക്കുന്നു, ഓൾവേസ് ഫിയർ, ഓക്കെ, ആഡിങ് ഇൻഡിക്കേറ്റർ, ക്യാപിറ്റൽ ഡ്രോ ഡൗൺ, ലൂസിങ് സ്ട്രീക്സ്, നോ കൺസിസ്റ്റൻസി, ചേഞ്ചിങ് സ്ട്രാറ്റജി, ചേഞ്ചിങ് മാർക്കറ്റ്. ഓക്കെ, ഫസ്റ്റ് എന്താണ് ഹിറ്റിംഗ് സ്റ്റോപ്പ് ലോസ്. എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെക്കുന്നു അടിക്കുന്നു. സ്റ്റോപ്പ് ലോസ് നീട്ടി വെക്കുന്നു, അടിക്കുന്നു, കയറി പോകുന്നു. സ്റ്റോപ്പ് ലോസ് അടിച്ച് കയറി പോകുന്നു, കുറച്ച് മുകളിൽ പോകുന്നു, സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു, കയറി പോകുന്നു. സ്റ്റോപ്പ് ലോസ് എവിടെ വെച്ചിട്ടും കാര്യമില്ല, അടിച്ചിട്ട് തിരിച്ച് കയറ്റി മാർക്കറ്റിൽ കയറി പോകുന്നു. അതാണ് ഫസ്റ്റ് മേജർ സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഓൾവേസ് ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമോഷനാണ്, നമുക്ക് വരുന്ന ഒരു ഇമോഷനാണ്. നമുക്ക് ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ഇമോഷൻ ഇല്ല, ഫിയർ ഇല്ല. ട്രേഡ് എടുത്തതിന് ശേഷം വരുന്ന ഒരു സംഭവമാണ് ഫിയർ എന്ന് പറയുന്നത് ഇതൊരു ഇമോഷനാണ്. അതിലുപരി ഫിയർ എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഓക്കെ, ഫിയർ എന്ന് പറയുന്നത് ഒരു രോഗമാണ്, ചികിത്സിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആഡിങ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു, ഇൻഡിക്കേറ്റർ ഒഴിവാക്കുന്നു, അതിനേക്കാൾ മികച്ച ഇൻഡിക്കേറ്റർ ചെയ്യുന്നു. ഓരോരുത്തരുടെ സജഷൻസ് കേട്ടിട്ട് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു. ഇൻഡിക്കേറ്ററിന് 2 തരത്തിലുണ്ട്, ലീഡിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ലാഗിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. CPR പിവറ്റ് എന്ന് പറയുന്നത് ലീഡിങ് ഇൻഡിക്കേറ്ററാണ്. അതുകൊണ്ട് ലീഡിങ് ഇൻഡിക്കേറ്റർ വെച്ചാൽ നല്ല ലീഡിങ് കിട്ടും. ഓക്കെ, അതുപോലെ എന്താണ് MACD സ്റ്റൊക്കാസ്റ്റിക്സ്, അതുപോലെ ബൊളിഞ്ചർ ബാൻഡ്സ്, ഇതൊക്കെ എന്താണ് പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് അതൊക്കെ ആഡ് ചെയ്യുക, മറ്റേതൊക്കെ റിമൂവ് ചെയ്യുക. ആഡിങ് ഇൻഡിക്കേറ്റർ, റിമൂവിങ് ഇൻഡിക്കേറ്റർ. നെക്സ്റ്റ് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ സാരമായിട്ട് ഇടിവുകൾ ഇങ്ങനെ സംഭവിക്കുന്നു, ക്യാപിറ്റൽ കുറഞ്ഞു വരുന്നു. ഓക്കെ, അടുത്തെന്താണ് ലൂസിങ് സ്ട്രീക്സ്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കണ്ടിന്യൂസ്ലി ലോസ് വരുന്നു. എന്താണ് കാരണം? എൻ്റെ സ്ട്രാറ്റജി ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, പക്ഷേ ലൂസിങ് സ്ട്രീക്ക് സംഭവിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്?
കൺസിസ്റ്റൻസി ഇത് പറഞ്ഞ പോലെ തന്നെ ലൂസിങ് സ്ട്രീക്സും എല്ലാം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 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 കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, ഒരു 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 പിടുത്തം കിട്ടാത്ത ഒരു രീതി കിട്ടുന്നു. അതുപോലെ ചേഞ്ചിങ് സ്ട്രാറ്റജി മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഈ ചേഞ്ചിങ് സ്ട്രാറ്റജി. ഒന്ന് ചെയ്യും, രണ്ട് ചെയ്യും, ലോസ് ആവും, അപ്പം തന്നെ സ്ട്രാറ്റജി മാറ്റും. ഓക്കെ, ഇപ്പം എന്താണ് യൂസ് ചെയ്യുന്നത്? EMA സ്ട്രാറ്റജി. രണ്ട് സെറ്റപ്പ് ചെയ്യും, രണ്ട് സെറ്റപ്പിലും ലോസാണ്. നേരെ നെക്സ്റ്റിലേക്ക് പോകുന്ന പിവറ്റ് സ്ട്രാറ്റജി. പിവറ്റ് സ്ട്രാറ്റജി 3 പ്രാവശ്യം ചെയ്യും, അതിനുശേഷം നേരെ എന്താണ് സിക്സ് ടാഗ് സ്ട്രാറ്റജി. സിക്സ് ടാഗ് സ്ട്രാറ്റജി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? SMC പഠിക്കും. അതിനുശേഷം മനസ്സിലാവും SMC കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് എന്താണ് വല്ല ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയോ അതെന്തെങ്കിലും മതി പറഞ്ഞിട്ട് സ്ട്രാറ്റജി ഓവറോൾ ഇങ്ങനെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കും. സ്ട്രാറ്റജി മാറ്റുന്നതിനേക്കാൾ വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് മാർക്കറ്റിനെ മാറ്റിക്കളയുന്നത്. ഇക്വിറ്റിയിൽ ചെയ്യുന്നു, അതിനുശേഷം നേരെ FNOയിലേക്ക് ചെയ്യുന്നു. FNO സെബി ഇട്ടിട്ട് പണി തരികയാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നേരെ MCXലേക്ക് ചാടുന്നു, കൊമോഡിറ്റി സെക്ഷനിലേക്ക് മാറുന്നു. അതിനുശേഷം നേരെ എന്ത് ചെയ്യുന്നു? ഫോറക്സിലേക്ക് ചാടുന്നു, അവിടുന്ന് നേരെ ബിറ്റ്കോയിനിലേക്ക് ചാടുന്നു. അവിടുന്ന് ചാടുന്നത് എവിടേക്കാണെന്നറിയില്ല. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കറ്റിൽ സ്ട്രാറ്റജി മാർക്കറ്റും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മാർക്കറ്റ് മാറ്റുകയാണ്, ഞാൻ സ്ട്രാറ്റജി മാറ്റുകയാണ്. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള മേജർ സൗണ്ട്സ് ഇൻ മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾ നേരെ എന്താണ് ഈ ഒരു പൈ ഡയഗ്രാം നോക്കുക. ഓക്കെ, ഇതിലെന്താണ് 50% ചെയ്തിരിക്കുന്നു, 30% ചെയ്തിരിക്കുന്നു, 20% ചെയ്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ട്രാറ്റജിക്ക് വെറും 30% ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ. ഓക്കെ, 20% പോകുന്നത് പൊസിഷണൽ സൈസിങ് ആണ്. നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു, ഓക്കെ, അതിനനുസരിച്ചിരിക്കും പൊസിഷണൽ സൈസിങ്. 20% ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് സൈക്കോളജിയാണ്. പല ആളുകളും എന്താണ് ഈ ഒരു റേഷ്യോ കറക്റ്റ് ചെയ്യാത്തിടത്തോളം, കാരണം പലരും 50% സ്ട്രാറ്റജിക്ക് കൊടുക്കും, 30% പൊസിഷണൽ സൈസിങ്ങിന് കൊടുക്കും, 20% സൈക്കോളജിക്ക് കൊടുക്കും. ചില ആളുകൾ 70% സ്ട്രാറ്റജിക്കും 30% പൊസിഷണൽ സൈസിങ്ങും, ചില ആളുകൾ 100% സ്ട്രാറ്റജിക്കേ കൊടുക്കൂ. അപ്പോൾ നമ്മളുടെ ആ ഒരു ഡയമെൻഷനിൽ ഈ ഒരു രീതിയിലേക്ക് വരണം. ഓക്കെ, സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മളൊരു സൈക്കോളജി വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് എന്താ? ഈ സ്ട്രാറ്റജി പൊസിഷണൽ സൈസിങ് മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യം, ഈ 30യും 20യും ഇതെന്ന് പറയുന്നത് സ്ട്രാറ്റജിയും ഇതെന്ന് പറയുന്നത് പൊസിഷണൽ സൈസിങ്ങുമാണ്. ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കഴിഞ്ഞു. അപ്പം ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ഇതിനെ കൊണ്ട് കാര്യമുള്ളൂ. ട്രേഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ആക്ച്വൽ പ്രോഫിറ്റ് ആണോ ആക്ച്വൽ ലോസ് ആണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് സൈക്കോളജിയാണ്. അതുകൊണ്ടാണ് 50% സൈക്കോളജിക്കാണ്. നിങ്ങൾ എത്രത്തോളം നല്ല സ്ട്രാറ്റജിയും നല്ല പൊസിഷണൽ സൈസിങ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ ഒരു മാക്സിമൈസ് പ്രോഫിറ്റ് ചെയ്യിക്കണമെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി വർക്ക് നന്നായിട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നന്നായിട്ട് നിങ്ങൾ സൈക്കോളജിക്കലി നന്നായിട്ട് ഇമ്പ്രൂവ് ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് 50% സൈക്കോളജിക്കും 30% സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുന്നത്. എഡ്ജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ അതിനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് അതിന് കൊണ്ടുവരിക്കണം. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച്. മാത്തമാറ്റിക്സിൻ്റെ പവർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പൊസിഷണൽ സൈസിങ്. ഈ ഒരു 50-30-20 എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റിൽ വരുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടുക, നമ്മൾ നന്നായിട്ട് ഇമ്പ്രൂവ് ആവുക. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഇൻ ട്രേഡിങ്ങിനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഐഡിയ നിങ്ങൾ നോക്കൂ. വാട്ട് ഈസ് എ വിന്നിങ് റേറ്റ്? എന്താണ് ഒരു വിന്നിങ് റേറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് എത്ര വിന്നിങ് റേറ്റ് ഉണ്ട് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് വിന്നിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ, ഇൻ സിമ്പിൾ ടേംസ് എ വിന്നിങ് റേറ്റ് ഈസ് എ ട്രേഡിംഗ് പെർസെൻറ്റേജ് ഓഫ് ട്രേഡ് ദാറ്റ് ആർ പ്രോഫിറ്റബിൾ ഔട്ട് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രേഡ് മെയ്ഡ്. നിങ്ങൾ ടോട്ടൽ ചെയ്ത ആ ഒരു ട്രേഡ്സിൻ്റെ എണ്ണത്തിൽ എത്ര എണ്ണം നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്, എത്ര എണ്ണം നിങ്ങൾ ലോസ് ആയിട്ടുണ്ട്. ഇതിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എണ്ണം എത്രയാണ്, അതായിരിക്കും നിങ്ങളുടെ വിന്നിങ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു സെർട്ടൺ ക്രൈറ്റീരിയ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു മേക്ക് എ 100 ട്രേഡ്, നിങ്ങളൊരു 100 ട്രേഡ് ചെയ്തു, അതിൽ 6 എണ്ണം നിങ്ങൾ പ്രോഫിറ്റബിൾ ആയി. ഓക്കെ, ഔട്ട് ഓഫ് ദ മാർക്ക് പ്രോഫിറ്റബിൾ, യു വിൻ റേറ്റ് ഈസ് 60. ഓക്കെ, നിങ്ങളുടെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 60 ആണെന്ന് മനസ്സിലാക്കാം. ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ഹൗ യു ആർ വിൻ. ഇത് മെഷർ ചെയ്യുന്നത് നിങ്ങൾ 100 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 60 എണ്ണം പ്രോഫിറ്റ് ആവാനും 40 എണ്ണം ലോസ് ആവാനും ചാൻസ് ഉണ്ട്. അതിനർത്ഥം ആദ്യത്തെ 60 ട്രേഡ് പ്രോഫിറ്റും അതിന് ശേഷമുള്ള 40 ട്രേഡ് ലോസ്, അങ്ങനെയല്ല.
ഓക്കെ, നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന 100 ട്രേഡ്സിൽ പ്രോഫിറ്റ് വരാം, ലോസ് വരാം, പ്രോഫിറ്റ് വരാം, ലോസ് വരാം, പിന്നെ അടുപ്പിച്ച് പ്രോഫിറ്റ് വരാം, 4 പ്രോഫിറ്റ്, 4 ലോസ് അടുപ്പിച്ച് വരാം. പക്ഷെ നിങ്ങൾ ഓവറോൾ നിങ്ങൾ ടോട്ടൽ സമ്മ് നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായിരിക്കും, 60 നിങ്ങൾക്ക് പ്രോഫിറ്റും 40 ട്രേഡ് നിങ്ങൾക്ക് ലോസുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 60% ആണെന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ഹൗ ഓഫ്റ്റൺ യു വിൻ. നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എണ്ണം വിജയിക്കുമെന്ന്. ഓക്കെ, ബട്ട് ഇറ്റ് ഡസൻറ്റ് നോ റിഫ്ലക്ട് ഹൗ മച്ച് യു വിൻ ഓർ ലോസ് ഓഫ് ഈച്ച് ട്രേഡ്. നിങ്ങൾക്ക് വിൻ റേറ്റ് മനസ്സിലായി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, എത്രത്തോളം ലോസ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ല. നിങ്ങൾ എത്ര 100 ട്രേഡ് എടുത്തതിൽ എത്ര എണ്ണം വിജയിച്ചു, എത്ര എണ്ണം ലോസായി, ഓക്കെ, അതിൽ വിജയിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയതാണ് നിങ്ങളുടെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലെത്ര നിങ്ങൾ പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കി അല്ലെങ്കിൽ ലോസ് എത്ര ഉണ്ടാക്കി അത് നമുക്ക് മനസ്സിലാവില്ല. വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ എടുത്ത ടോട്ടൽ ട്രേഡ്സ് മിനിമം എത്രയാണ്, മിനിമം ഒരു 100 ട്രേഡ് അതിൻ്റെ മുകളിലേക്ക് വേണം. കാരണം എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ലാർജ് സാമ്പിളാണ്. അല്ലെങ്കിൽ 10 ട്രേഡ് എടുത്തതിൽ അങ്ങനെയല്ല, 10 ട്രേഡ് എടുത്തതിൽ 6 പ്രോഫിറ്റ്, 4 പ്രോഫിറ്റ്, അതല്ല, ചെറിയ സാമ്പിളിലല്ല, നമ്മൾ വലിയ സാമ്പിളിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുക, മിനിമം 100ൻ്റെ മുകളിലേക്ക്. ഓക്കെ, ഇനി എന്താണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് വായിച്ച് നോക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഓൺലി വർക്ക്സ് ഓൺ ലാർജ് സാമ്പിൾ ഓഫ് ട്രേഡ്സ്. ദാറ്റ് ഈസ് എന്താണ്, 100 ട്രേഡിൻ്റെ മുകളിൽ. അതാണ് ചില ആളുകളെ 100 ട്രേഡ്സ് ചലഞ്ച് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. എന്താണ് 100 ട്രേഡ്സ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ മിനിമം ഒരു സ്ട്രാറ്റജി മിനിമം നമ്മൾ 100 ട്രേഡ് എടുത്ത് നോക്കണം. എന്നിരുന്നാലേ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം അതിന് എത്ര വിന്നിങ് റേറ്റ് ഉണ്ടെന്ന് മനസ്സിലാവുക. പല ആളുകളും എന്താ ചെയ്യുക, 10 ട്രേഡ് എടുക്കും, ആ സ്ട്രാറ്റജി വെച്ച് 10 ട്രേഡ് എടുക്കും. അതിൽ ലോസ് ആണെങ്കിൽ സ്ട്രാറ്റജി മാറ്റും. സ്ട്രാറ്റജിക്ക് എപ്പോഴും ഒരു വിന്നിങ് റേറ്റ് ഉണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നു ഒരാളും ഇതിങ്ങനെ ഒന്നും ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് എത്ര വിന്നിങ് റേറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് 100 ട്രേഡ്സ് എടുക്കുക തന്നെ വേണം. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച്, അല്ലാതെ 10 ട്രേഡ് എടുത്തിട്ട് 6, 4 എന്നല്ല. എ സ്മോൾ സാമ്പിൾ ഓഫ് ട്രേഡ്സ്. ഓക്കെ, ഒരു 10ഉം 20ഉം എനിത്തിങ് ക്യാൻ ഹാപ്പൻ, എന്തും സംഭവിക്കാം. പക്ഷെ ഒരു 100 ട്രേഡ്സ് മിനിമം എടുക്കുക. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം 100 ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രകാരം നല്ലൊരു വിന്നിങ് റേറ്റ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഇൻ ട്രേഡിങ്. സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മളുടെ സ്ട്രാറ്റജീനെ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് കൊണ്ടുവരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് വിന്നിങ് റേറ്റ്, നമ്മളുടെ സെറ്റപ്പിൻ്റെ വിന്നിങ് റേറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ എടുത്ത ആ ട്രേഡിൻ്റെ എണ്ണത്തിൽ എത്ര എണ്ണം പ്രോഫിറ്റ്, എത്ര എണ്ണം ലോസ് എന്ന് മെഷർ ചെയ്യുക. മിനിമം വിന്നിങ് റേറ്റ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മാസ് ക്വാണ്ടിറ്റിയിലാണ് നോക്കുക. 100 ട്രേഡ്സ് മിനിമം 100 അല്ലെങ്കിൽ 100ൻ്റെ മുകളിലേക്കോ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ എത്രത്തോളം 100ൽ 60 പ്രോഫിറ്റും 40 ലോസും ആണെങ്കിൽ നമ്മളുടെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 60% ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ വിന്നിങ് റേറ്റ് നമുക്ക് 60 ആണെന്ന് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന, അതുപോലെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു 60% ആണ് വിന്നിങ് റേറ്റിൽ നമ്മൾ എത്ര വിൻ ചെയ്യുന്നു എന്നേ മനസ്സിലാകൂ. പകരം നമുക്ക് എത്ര വിൻ ചെയ്യുമ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടുന്നോ, ലോസ് ചെയ്യുമ്പോൾ എത്ര ലോസ് കിട്ടുന്നോ നമുക്കറിയില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഈ രണ്ട് പോയിന്റിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഓൺലി വർക്ക്സ് ഓൺ ലാർജ് സാമ്പിൾസ് ഇൻ എ സ്മോൾ സാമ്പിൾ ഓഫ് ട്രേഡ്സ്. 10 മുതൽ 20 ട്രേഡ് വരെ നത്തിങ് ക്യാൻ ഹാപ്പൻ. ഓക്കെ, 20 ട്രേഡ് എടുത്ത് അത് 100ലേക്ക് ഇട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ടൊന്നും കാര്യമില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് കിട്ടണമെങ്കിൽ 100 മാസ്. ഇപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിലെ ആവറേജ് നമ്മളിപ്പോൾ 10th പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ മാത്സിൽ വന്നൊരു പ്രോബ്ലം ആലോചിച്ചിട്ടുണ്ടാവും. 10A 10B. ഇതിൽ എന്ത് ചെയ്യും, 10A ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മുഴുവൻ ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയിൽ എടുക്കുന്ന ഓർമ്മ ഉണ്ടോ? എല്ലാ കുട്ടികളുടെ ഇതും പാടി കൂട്ടി നോക്കിയിട്ട് അതിൻ്റെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിച്ച് അത് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയിൽ അവരുടെ ആവറേജ് മാർക്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു രീതി മാത്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജാണ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചാണ് ഇതൊക്കെ. അതിനൊക്കെ വേണ്ടത്, ഒരു മാസ് ക്വാണ്ടിറ്റി വേണം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ്,
അതിൻ്റെ വിൻ റേറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കുക എന്നാണ്. വിൻ റേറ്റ് മനസ്സിലാക്കാൻ ആദ്യം വേണ്ടത് 100 ട്രേഡ്സ് മിനിമം എടുക്കുക. ഇനിയിപ്പം എന്താണ്, നിങ്ങൾ 100 ട്രേഡ്സ് എടുത്താണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കൺസോളിൽ പോയിട്ട് ജസ്റ്റ് ഫസ്റ്റത്തെ അല്ലെങ്കിൽ ഇപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു 100 ട്രേഡ്സ് എടുത്ത് നോക്കുക. അതിൽ എത്ര ട്രേഡ് വിന്നായി, എത്ര ട്രേഡ് ലൂസായി, അതിൽ എത്ര ട്രേഡ് പ്രോഫിറ്റായി, എത്ര ട്രേഡ് ലോസായി. ഓക്കെ, അതിൽ പ്രോഫിറ്റ് ആയതായിരിക്കും നിങ്ങളുടെ വിൻ റേറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വിൻ റേറ്റ് കുറവാണെങ്കിൽ, ഓക്കെ, എന്തായാലും ശ്രദ്ധിച്ച് വെക്കുക, വിൻ റേറ്റ് കുറവാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തേണ്ടത് നമ്മളുടെ സെറ്റപ്പിൽ. അല്ലാതെ 3 ട്രേഡ് 4 ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തരുത്. സ്റ്റാറ്റിസ്റ്റിക്കലി കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് പറയാൻ വേണ്ടി ലോകത്ത് ഇതിനേക്കാൾ വലിയൊരു എക്സാമ്പിൾ വേറെ ഇല്ല, കോയിൻ ടോസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോയിൻസ് നമ്മൾ ടോസ് ചെയ്യുന്നു 10 ടൈംസ്, അതുപോലെ തന്നെ 100 ടൈംസ്. ഈ 10 ടൈംസ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു സ്മോൾ സാമ്പിളാണ്. 100 ടൈംസ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ലാർജ് സാമ്പിളാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്ത് നോക്കുന്നു. ഓക്കെ, കോയിൻ നമ്മൾ ടോസ് ചെയ്ത് നോക്കുന്നു. ഇവിടെ ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനും നമുക്ക് പ്രോബബിലിറ്റി എത്രയാണ്? പക്ഷേ എന്താണ്, നമ്മൾ 10 ടൈംസ് നോക്കുന്ന സമയത്ത് 10 പ്രാവശ്യം നമ്മൾ ഹെഡ് ഇട്ടു, തലയാണോ വാലാണോ, ഹെഡാണോ ടെയിലാണോ, തലയാണോ വാലാണോ. ഓക്കെ, ഇത് നമ്മൾ ഇട്ട് നോക്കുന്ന സമയത്ത് 10 പ്രാവശ്യം ഇടുമ്പോൾ എന്താണ്, റാൻഡം ചാൻസ് ഓർ ലക്ക് ഇൻവോൾവ്. എന്താണ്, നമ്മൾ ചെറിയ സാമ്പിൾ എടുക്കുന്ന സമയത്ത്, അതാണ് നമ്മൾ നേരത്തെ വിൻ റേറ്റിൽ പറഞ്ഞത്, നമ്മൾ ചെറിയ സാമ്പിൾ എടുക്കും 10, 20. അതേപോലെ നിങ്ങൾ 10 പ്രാവശ്യം ഒന്ന് ഇട്ട് നോക്കൂ, 10 പ്രാവശ്യം കോയിൻ ടോസ് ഇട്ട് നോക്കി, അതൊക്കെ എന്തും സംഭവിക്കാം. ചിലപ്പോൾ എന്താണ്, ഒരു 8 പ്രാവശ്യം ഹെഡ് കിട്ടാം, 2 പ്രാവശ്യം ടെയിൽ കിട്ടാം, ചിലപ്പോൾ 5 പ്രാവശ്യം ടെയിൽ കിട്ടാം. അങ്ങനെ എന്താണ്, ഒരു റാൻഡമായിട്ട്. കാരണം എന്താ, ചെറിയ സാമ്പിളിൽ ലെക്ക് ഇൻവോൾവ് ആണ്. അതുപോലെ റാൻഡം ചാൻസ് ഓഫ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, 100 ടൈംസ് ഇട്ട് നോക്കുക. 100 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ, ലാർജ് സാമ്പിളാണ്. 10 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ സാമ്പിളാണ്. 100 ടൈംസ് എന്ന് പറയുന്നത് ലാർജ് സാമ്പിളാണ്. ഇവിടെ എന്താണ്, ഇഫ് യു ത്രോ എ ഫെയർ കോയിൻസ് 100 ടൈംസ്, ഒരു 100 ടൈംസ് നിങ്ങൾ ഒരു കോയിനെ ടോസ് ചെയ്യുക, ദ തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ് ഓൺ എനി സിംഗിൾ ടോസ് ഈസ് 0.5 ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽസ് ഈസ് ഓൾസോ 0.5. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താ, ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ടോസ്, ഓരോ ടോസിലും ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് 50%, ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ എന്ന് പറയുന്നത് 50% ആണ്. പകുതി. ഓക്കെ, 100% ഇട്ടാൽ കിട്ടുക എത്രയാണ്, 50% എന്ത് കിട്ടും, ടെയിൽ കിട്ടാനോ 50% ഹെഡ് കിട്ടാനോ ചാൻസ് ഉണ്ട്. ഓക്കെ, 50% വരുമ്പോൾ 0.5. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ നമ്മളെന്താണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് പ്രകാരം നമ്മളൊരു കോയിൻ ടോസ് ചെയ്തിട്ട് ഹെഡാണോ ടെയിലാണോ കിട്ടുന്നതെന്ന് നമ്മളൊരു ലാർജ് സാമ്പിൾ പ്രകാരം നോക്കുകയാണെങ്കിൽ എന്താണ്, 50-50 ആയിരിക്കും. ഓക്കെ, 50% ആയിരിക്കും. അല്ലെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങളത് ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നമ്മൾ നേരത്തെ വിൻ റേറ്റ് പറഞ്ഞ പോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഹെഡ് വീഴുന്നതാണ് എൻ്റെ പ്രോഫിറ്റ്, അതുപോലെ ടെയിൽ വീഴുന്നതാണ് എൻ്റെ ലോസ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 50%, അതുപോലെ ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 50%. എപ്പോഴാണിത് 50-50 ആവുന്നത്, ലാർജ് സാമ്പിളിൽ നോക്കുമ്പോഴാണ് 50-50. സ്മോൾ സാമ്പിളിൽ നോക്കരുത്. കാരണം എന്താണ്, അവിടെ റാൻഡം ചാൻസും ആയിരിക്കും, ലക്ക് ഇൻവോൾവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, ഹെഡ് കിട്ടുന്നതാണ് എനിക്ക് പ്രോഫിറ്റ്, ടെയിൽ കിട്ടുന്നതാണ് ലോസ് എങ്കിൽ എൻ്റെ വിൻ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 50% ആണ് എൻ്റെ വിൻ റേറ്റ്. 50% വിൻ റേറ്റ്. 100 ട്രേഡ് എടുക്കുന്നതിൽ അല്ലെങ്കിൽ 100 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ഹെഡ് കിട്ടി പ്രോഫിറ്റ് കിട്ടാൻ 50% ആണ് ചാൻസ് ഉള്ളത്. അപ്പോൾ എൻ്റെ വിൻ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 50% ആണ്. ഇത് ലാർജ് സാമ്പിളിൽ നോക്കുമ്പോഴാണ് ശരിയാവുന്നത്. സ്മോൾ സാമ്പിളിൽ നോക്കരുത്, ലാർജ് സാമ്പിളിലാണ് നോക്കേണ്ടത്. കുറച്ചുകൂടി ഇൻഡെപ്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ സ്ലൈഡുകൾ നിങ്ങളെ എന്തായാലും സഹായിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ 100 ട്രേഡ്സ് എടുത്തു. ഓക്കെ, 100 ട്രേഡ്സ് എടുത്തു. കാരണം എന്താ, 100 ട്രേഡ്സ് എടുക്കാൻ കാരണം എന്താണ്, എനിക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കലി അപ്രോച്ച് ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് ലാർജ് സാമ്പിൾ എൻ്റെ കയ്യിലുണ്ടായിരിക്കണം. അല്ലാതെ വെറും 10ഉം 20ഉം കൊണ്ടൊന്നും ഞാൻ ഈ വഴിക്ക് തന്നെ വരില്ല. 100 ട്രേഡ്സ്, മിനിമം 100 ട്രേഡ്സ്. ഒരു 100 ട്രേഡ് ചലഞ്ച് എടുത്ത ഒരാളാണ് ഞാൻ എന്ന് വിചാരിക്കുക. 100 ട്രേഡ്സ് മിനിമം വേണം. എന്തിന്, എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി അപ്രോച്ച് ചെയ്യാൻ.
ഓക്കെ. അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ സ്ട്രാറ്റജി വെച്ച് ഒരു 100 ട്രേഡ്സ് ഞാൻ എടുത്തു. 100 ട്രേഡ്സ് ഇതിൽ 50 വിന്നും 50 ലോസും, 50 വിന്നും 50 ലോസും നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന അതുപോലെ തന്നെ എനിക്ക് എന്താണ്, ഞാൻ 100 ട്രേഡ് എടുത്തതിൽ 50 എണ്ണം പ്രോഫിറ്റും 50 എണ്ണം ലോസും. എത്രയാണ് ലോസ് എത്രയാണ് പ്രോഫിറ്റ് എന്നൊന്നും ഇവിടെ പ്രശ്നമല്ല. ഞാൻ എടുക്കുന്നതിൽ 50 എണ്ണം പ്രോഫിറ്റും 50 എണ്ണം ലോസുമാണ്. ഇവിടെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് എന്താണ്, 1:2. 1:2 എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ക്യാപിറ്റലിൻ്റെ 1% ആണ് ഞാൻ എന്ത് ചെയ്യുന്നു, റിസ്ക് വെക്കുന്നത്. അങ്ങനെ എൻ്റെ ക്യാപിറ്റലിൻ്റെ 1% ഞാൻ റിസ്ക് വെച്ചാൽ എൻ്റെ ക്യാപിറ്റലിൻ്റെ 2% എനിക്ക് റിവാർഡായിട്ട് വേണം. അല്ലെങ്കിൽ എന്താണ് വേറെ രീതിയിൽ പറയാം, 500 രൂപയാണ് ഞാൻ റിസ്ക് വെക്കുന്നത് എങ്കിൽ 1000 രൂപ എനിക്ക് റിവാർഡ് വേണം. 2000 രൂപയാണ് ഞാൻ റിവാർഡ് വെക്കുന്നതെങ്കിൽ 1000 രൂപയായിരിക്കണം ഞാൻ റിസ്ക് വെക്കേണ്ടത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ നിങ്ങൾ നോക്കാം, 1:2 ആണ് വെക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ ഒബ്വിയസ്ലി 1:2 മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി റിവാർഡായിട്ട് എത്ര വെക്കണം, 1000 രൂപയാണ് വെക്കേണ്ടത്. ഓക്കെ, ആലോചിച്ച് നോക്കുക, 50 × 1000 50,000 ഇതാണ് എൻ്റെ പ്രോഫിറ്റ്. അതുപോലെ തന്നെ എന്താണ്, 50 × 500 25,000 ഇതാണ് എൻ്റെ ലോസ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, 100 ട്രേഡ് എടുത്തതിൽ 50 എണ്ണം വിന്നും 50 എണ്ണം ലോസുമായിട്ട് ഞാൻ പോസിറ്റീവ്ലിയാണ് എൻ്റെ എക്സ്പെക്റ്റൻസി. ഞാൻ പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തത്. കാരണം എന്താണ്, ഞാനിവിടെ മെയിൻറ്റെയിൻ ചെയ്ത റിസ്ക് റിവാർഡ് പറഞ്ഞാൽ 1:2 ആണ്. 50,000 മൈനസ് 25,000 ഈസ് ഈക്വൽ ടു നെറ്റ് എത്രയാണ്, നെറ്റ് എന്ന് പറയുമ്പം ആഫ്റ്റർ ടാക്സ് എത്രയാണ്, 25,000. അതാണ് എൻ്റെ പ്രോഫിറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ക്ലോസ് ചെയ്തത് ഒരു പോസിറ്റീവ് എക്സ്പെൻസി അല്ലെങ്കിൽ എന്താണ്, ഒരു 25,000 രൂപ പ്രോഫിറ്റിലാണ്. ഇവിടെ എൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആവറേജ് പ്രോഫിറ്റ്, ആവറേജ് ലോസ് ഇതൊക്കെ അറിയോ നിങ്ങൾക്ക്? എന്താണ്, നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റ് പറഞ്ഞാൽ 50,000 ആണ്. 50,000 ഡിവൈഡഡ് ബൈ 100 500. അതുപോലെ തന്നെയാണ് ആവറേജ് ലോസ് എന്ന് പറയുമ്പോൾ എന്താ, 25,000 ആണ് എൻ്റെ ടോട്ടൽ ലോസ്. അത് ഡിവൈഡഡ് ബൈ 100 250. ഓക്കെ, അപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് അതിൽ 500 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാനും 250 ലോസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ആ ഒരു ട്രേഡിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ പ്രോഫിറ്റ് ആകുന്നതിൻ്റെ കാരണം എന്താണ്, എൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് ലോസിനേക്കാൾ ഇരട്ടിയാണ്. നിങ്ങൾ പല ആളുകളും തെറ്റുന്നതിൻ്റെ കാരണം എന്താ അറിയോ, നിങ്ങളുടെ ലോസ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിരിക്കും. എപ്പോഴും ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരാൾ എപ്പോഴും എന്തായിരിക്കണം, അവൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലോസിനേക്കാൾ കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ ആവറേജ് ലോസ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റിൻ്റെ മുകളിലേക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. നെക്സ്റ്റ് എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ സെയിം സെനാരിയോ തന്നെയാണ്. 100 ട്രേഡ് എടുത്തു, 50 വിന്ന് 50 ലോസ്. ഓക്കെ, പക്ഷേ ഇവിടെ ഞാൻ 1:2 പകരം 1:1 ആണ് ഞാൻ എടുത്തത്. 1:1 ആണ് ഞാൻ എടുത്തത്. ഇവിടെ എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 1000 രൂപയാണ്. 1000 രൂപയാണ് എൻ്റെ റിസ്ക്. എൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് എന്താണ്, 1000 തന്നെ. എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 1000, എൻ്റെ റിവാർഡ് പറയുന്നത് 1000. അപ്പോൾ എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:1. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, 50 × 1000 50,000. ഇവിടെ നിങ്ങൾ നോക്കണം, 50 × 1000 50,000. എന്താണ് എൻ്റെ വിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 50% ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ എന്താ, നെറ്റ് എന്താണ്, രണ്ടും കൂടി മൈനസ് ചെയ്യുന്ന സമയത്ത് 0. അതിൽ ബ്രോക്കറേജ് മടി കൂട്ടുമ്പം 0. നെറ്റ് എന്താണ്, ലോസ് ആണ്. നെഗറ്റീവ് എക്സ്പെക്റ്റൻസിയിലാണ് ഞാൻ ക്ലോസ് ചെയ്തത്. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് പറയുമ്പോൾ എന്താണ്, 50,000 ഡിവൈഡഡ് ബൈ 100 500. ആവറേജ് ലോസ് എന്താണ്, 50,000 ഡിവൈഡ് ബൈ 500, സോറി 100 500. ഇവിടെ എന്താണ്, ആവറേജ് പ്രോഫിറ്റും ആവറേജ് ലോസും സെയിം ആണ്. പ്രോഫിറ്റ് ആവണമെങ്കിൽ എന്താണ്, ആവറേജ് ലോസിനേക്കാൾ കൂടുതലായിരിക്കണം ആവറേജ് പ്രോഫിറ്റ്. ഇവിടെ ആവറേജ് ലോസും ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഈവൻ ആണ്. ട്രേഡിങ്ങിൽ ബ്രേക്ക് ഈവൻ ആണ് ഈ ഒരു സെനാരിയോയിൽ. പക്ഷേ ആഫ്റ്റർ ടാക്സ് നമ്മൾ ലോസിലായിരിക്കും. മനസ്സിലാക്കുക, ഇവിടെ എന്താണ്, ഈ ഒരു റിസ്ക് റിവാർഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ ലോസിലാണ് എൻഡ് ചെയ്തത്. ഇവിടെ 1:2 പകരം മറ്റേതിൽ 1:2 ആക്കിയതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റിലായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ റിസ്ക് റിവാർഡിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന്. ഓക്കെ, നമുക്ക് എന്താണ് വേറൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഈ സ്ലൈഡിലൊരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. നമ്മൾ 50-50 1:1 1:2 നോക്കിയത്.
ഓക്കെ. ഞാൻ എടുത്ത 100 ട്രേഡിൽ 50 എണ്ണം പ്രോഫിറ്റും 50 എണ്ണം ലോസും ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം എൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 50% ആണ്. അതിൽ 1:2 നോക്കിയ സമയത്ത് എനിക്കറിയാം ഞാൻ പ്രോഫിറ്റബിൾ ആയിരിക്കും. 1:1 എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ പ്രോഫിറ്റിലായിരിക്കില്ല. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, 100 ട്രേഡ്സ് ഞാൻ എടുത്തു, എൻ്റെ വിന്നിങ് റേറ്റ് പറഞ്ഞാൽ 60 ആണ്. കാരണം എന്താണ്, ഞാൻ 60 എണ്ണം വിന്നും 40 എണ്ണം ലോസുമാണ്. ഇവിടെ എൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ. എന്താണ് ഇവിടെ എൻ്റെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 60% ആണ്. എൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് റിസ്ക് എത്രയാണ്? 500 രൂപയാണ് ഞാനൊരു ട്രേഡിൽ റിസ്ക് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ റിവാർഡ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഓക്കെ. അപ്പോൾ എന്താണ് വിൻ 60x1000. ഓക്കെ. 60x1000 60,000, 40x500 20,000. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെറ്റ് എന്തായിരിക്കും? ഞാൻ പ്രോഫിറ്റിലായിരിക്കും. നെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ ടാക്സ്. ഓക്കെ. ഇവിടെ എന്താണ്? ആഫ്റ്റർ ടാക്സ് 40,000 കുറവായിരിക്കും. പക്ഷെ എന്താ, നമ്മൾ റൗണ്ട് ഫിഗറിന് 40,000 പിടിക്കുന്നു. ഇപ്പം എന്താണ് ഞാൻ എൻഡ് ചെയ്തത്? പ്രോഫിറ്റ് എക്സ്പെക്റ്റൻസിയിലാണ്. ഒരു 40,000 പ്രോഫിറ്റ് എക്സ്പെക്റ്റൻസിയിലാണ്. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് 60,000 ആണ്. 60,000 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 600. അതുപോലെ എൻ്റെ ആവറേജ് ലോസ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 20,000 ഡിവൈഡഡ് ബൈ 100 200. ഇവിടെ എന്താണ് ഞാൻ പ്രോഫിറ്റിലാവാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് ലോസിനേക്കാൾ കൂടുതലാണ്. അതുപോലെ ആവറേജ് ലോസ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റിനേക്കാൾ കുറവാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രോഫിറ്റ് ആയത്. ഓക്കെ. ഇനി എന്താണ്, നമുക്ക് നെക്സ്റ്റ് ഒരു സ്ലൈഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ സെയിം കാര്യം ഞാൻ 100 ട്രേഡ്സ് എടുത്തു. അതിൽ 60 വിന്ന് 40 ലോസ്. എൻ്റെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 60% ആണ്. ഓക്കെ. ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് 1000 രൂപയാണ് ഞാൻ റിസ്ക് വെക്കുന്നത്. എൻ്റെ റിവാർഡ് വെക്കുന്നതും 1000 രൂപ തന്നെയാണ്. 1:1. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 60x1000 60,000, 40x1000 40,000. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെറ്റ് എന്തായിരിക്കും? ഞാൻ പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. കാരണം 60,000 ഡിവൈഡഡ് മൈനസ് 40,000 20,000 ഞാൻ പ്രോഫിറ്റിലായിരിക്കും. എൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് 60,000 ഡിവൈഡഡ് ബൈ 100 600. ആവറേജ് ലോസ് എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് 40,000 ഡിവൈഡഡ് ബൈ 100 400 ആണ്. എൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് ലോസിനേക്കാൾ കൂടുതലും എൻ്റെ ആവറേജ് ലോസ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റിനേക്കാൾ കുറവുമാണ്. അല്ലേ? ഇപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, 60% വിൻ റേറ്റ് ഉള്ള ഞാൻ 1:1 എടുത്താലും കുഴപ്പമില്ല, 1:2 എടുത്താലും കുഴപ്പമില്ല, ഞാൻ പ്രോഫിറ്റിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. പക്ഷേ 50%, ഇതാണ് പറയുന്നത്, 55%-ൻ്റെ മുകളിലേക്കാണ് നിങ്ങളുടെ വിന്നിങ് റേറ്റ് എങ്കിൽ നിങ്ങൾക്ക് 1:1 സജസ്റ്റ് ചെയ്യാം. പക്ഷേ 50-ൻ്റെ താഴെയാണ് നിങ്ങളുടെ വിൻ റേറ്റ് എങ്കിൽ നിങ്ങൾ 1:1 എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ രക്ഷപ്പെടില്ല 100%. കാരണം എന്താണ്? നിങ്ങൾ 50% എന്ന് പറയുന്നത് 50-50. ഓക്കെ. 50% വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 50 എണ്ണം പ്രോഫിറ്റ് ആവാനും 50 എണ്ണം ലോസ് ആവാനും. അവിടെ നിങ്ങൾ 1:1 എടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല. പിന്നെ അതിൻ്റെ താഴത്തേക്കുള്ള കാര്യം നോക്കണോ? വേണ്ട. അപ്പോൾ 50 ആണ് നിങ്ങളുടെ വിന്നിങ് റേറ്റ് എങ്കിൽ നിങ്ങൾ 1:2 സ്റ്റിക്ക് ചെയ്യുക. റിസ്ക് റിവാർഡ് 50-ൻ്റെ മുകളിലേക്കാണെങ്കിൽ എന്താണ്, ഒരു 55-60 ആണെങ്കിൽ 1:1 എടുത്താൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ. അപ്പോൾ എന്താണ്, നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ 100 ട്രേഡ്സ് എടുത്തു. ഇവിടെ എൻ്റെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 40 ആണ്, 60 ലോസ്. കാരണം 100 ട്രേഡ്സ് എടുത്താൽ 40 ട്രേഡ് ഞാൻ പ്രോഫിറ്റും 60 ട്രേഡ് ഞാൻ ലോസും ആവും. ഇവിടെ എൻ്റെ വിന്നിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ 40. കാരണം എന്താണ്, 40 ഉള്ളൂ. 50-50 ആ കോയിൻ ടോസ് ചെയ്യുന്ന പ്രോബബിലിറ്റി പോലും എനിക്കില്ല. ഇവിടെ റിസ്ക് റിവാർഡ് എന്താണ്, 1:2 ആണ്. കാരണം എന്താണ്, ഞാൻ റിസ്ക് വെക്കുന്നത് 500 രൂപയാണ്, ഞാൻ റിവാർഡ് എടുക്കുന്നത് 1000 രൂപയാണ്. ഓക്കെ. അപ്പം എന്താണ്, 40x1000 40,000, 60x500 60 എന്ന് പറഞ്ഞാൽ ലോസ് ഇൻറ്റു എൻ്റെ റിസ്ക് ഇത്രയാണ് 30,000. ഇവിടെ നെറ്റ് എന്താണ്, ഞാൻ 10,000 രൂപ പ്രോഫിറ്റിൽ തന്നെയാണ്. കാരണം എന്താണ്, എൻ്റെ ആവറേജ് പ്രോഫിറ്റ് പറഞ്ഞാൽ എൻ്റെ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ ഡിവൈഡഡ് ബൈ 100 400. എൻ്റെ ആവറേജ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ലോസ് 30,000 ഡിവൈഡഡ് ബൈ 100. കാരണം എന്താണ്, എൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് ലോസിനേക്കാൾ കൂടുതലാണ്. എൻ്റെ ആവറേജ് ലോസ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റിനേക്കാൾ കുറവാണ്. ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ റിസ്ക് റിവാർഡ്, നിങ്ങളുടെ വിന്നിങ് റേറ്റ് കുറവാണെന്ന് വിചാരിച്ച് നോക്കണ്ട. നിങ്ങളുടെ വിന്നിങ് റേറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ റിസ്ക് റിവാർഡ് പിടിക്കുക. റിസ്ക് റിവാർഡ് 1:1 1:2 ആക്കുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും.
പല ആളുകളും ചെയ്യാൻ മടിക്കുന്നത് പലർക്കും അറിയാത്ത കാര്യം ഇതാണ്. എൻ്റെ വിന്നിംഗ് റേറ്റ് ഇപ്പം നിങ്ങളുടെ വിന്നിംഗ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് 40 ആണെങ്കിൽ നിങ്ങൾ 1:1 എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ 1:2 മിനിമം എടുക്കാൻ നോക്കുക. അപ്പം നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. കാര്യം മനസ്സിലാവുണ്ടല്ലോ. ഇപ്പം എന്താണ് നമ്മൾ ഈ 40 വിന്നിംഗ് റേറ്റ് ഉള്ളത് 1:2 നോക്കി. അപ്പം എന്താ 1:1 നോക്കണ്ടേ? സിമ്പിളായിട്ട് നോക്കിക്കോ. 100 ട്രേഡ് എടുത്തു, 40 വിന്ന്, 60 ലോസ്. ഇവിടെ വിന്നിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ റിമൈൻസ് കോൺസ്റ്റൻറ്റ് 40 തന്നെ. ഇവിടെ റിവാർഡ് എന്ന് പറയുന്നത് എന്താണ്? 1000. റിസ്ക് എടുക്കുന്നതും അതേ സെയിം എമൗണ്ട് തന്നെയാണ്, 1000. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? 40 × 1000 40,000, 60 × 1000 60,000. ഇവിടെ മൈനസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? മൈനസ് വാല്യൂ ആ വരിക. 20,000 ഞാൻ ലോസിലാണ്. കാരണം എന്താ? ഞാൻ ലോസിലാണ്. എൻ്റെ നെഗറ്റീവ് എക്സ്പെക്റ്റൻസിയാണ്. ഞാൻ ഇയർ എൻഡ്, ക്വാർട്ടർ എൻഡ്, മന്ത് എൻഡ്, വീക്കെൻഡ് ഒക്കെ ഞാൻ എന്തായിരിക്കും? ലോസിലായിരിക്കും. കാരണം എന്താണ്? എൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് 40,000 ഡിവൈഡഡ് ബൈ 100 400. ആവറേജ് ലോസ് എന്ന് പറയുന്നത് 60,000 ഡിവൈഡഡ് ബൈ 100 600. കാരണം എന്താ? എൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് ലോസിനേക്കാൾ കുറവാണ്. എൻ്റെ ആവറേജ് ലോസ് പറയുന്നത് ആവറേജ് പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ. പിന്നെ എങ്ങനെയാണ് ഞാൻ പ്രോഫിറ്റ് ആവുക? നിങ്ങൾക്ക് കാര്യം ചെറുങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ നോക്കൂ, 40% വിന്നിംഗ് റേറ്റ് ഉള്ളൂ. അത് 1:1 നിന്ന് 1:2 കൊണ്ടുപോയാൽ ഞാൻ പ്രോഫിറ്റാണ്. 1:1 ഞാൻ നിൽക്കുകയാണെങ്കിൽ എന്താണ്? ഞാൻ ലോസിലാണ്. കാര്യം ചെറുങ്ങനെ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന 2 കാര്യമുള്ളൂ. നിങ്ങളുടെ വിന്നിംഗ് റേറ്റ്, നിങ്ങളുടെ റിസ്ക് റിവാർഡ്. നിങ്ങളുടെ വിന്നിംഗ് റേറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾ റിസ്ക് റിവാർഡ് 1:1 വെച്ചാൽ പോലും കുഴപ്പമില്ല. 60 70 ആണെങ്കിൽ നിങ്ങൾ 1:1 വെച്ചാൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. പക്ഷേ 50ൻ്റെ താഴേക്ക്, അല്ലെങ്കിൽ 50 താഴേക്കാണ് നിങ്ങളുടെ വിന്നിംഗ് റേറ്റിംഗിൽ, നിങ്ങൾ 1:1 വെച്ചിട്ട് കാര്യമില്ല. വെറുതെ വെക്കുക. കാരണം നിങ്ങൾ ഇയർ എൻഡ്, ക്വാർട്ടർ എൻഡ്, മന്ത് എൻഡ്, വീക്കെൻഡ്, ഡേ എൻഡ് നോക്കുന്ന സമയത്ത് ലോസിലായിരിക്കും. മാത്തമാറ്റിക്സിൻ്റെ പവറാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ എൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് അറിയാം. നമ്മൾ SMC ആണ്, ICT ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? എൻ്റെ റിസ്ക് റിവാർഡ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 1:2 ആണ്. കാരണം എന്താണ്? 500 രൂപ ഞാൻ കളഞ്ഞാൽ 1000 രൂപ ഞാൻ വാങ്ങും. 1000 രൂപ ഞാൻ കളഞ്ഞാൽ 2000 രൂപ ഞാൻ റിവാർഡ് വാങ്ങിയിരിക്കും. അതുപോലെ എൻ്റെ റിസ്ക് റിവാർഡ് പറയുന്നത് 1:2 ആണ്. കാരണം എൻ്റെ ക്യാപിറ്റലിൻ്റെ 1% ആണ് ഞാൻ റിസ്ക് വെക്കുക. 1%ൻ്റെ മുകളിലേക്ക് ഒരു കാരണവശാലും ഒരു ഇൻട്രാഡേ പ്ലെയർ റിസ്ക് വെക്കരുത്. 1% മുകളിലേക്ക് വെക്കരുത്. അത് 1% എന്താ? നിങ്ങൾക്ക് ഒരു ട്രേഡിന് 1% വെക്കാം, 1 ഡേക്ക് 1% വെക്കാം. അതൊക്കെ നിങ്ങളുടെ എക്സ്പെക്റ്റീവ്, നിങ്ങളുടെ റിസ്ക് ആപ്പറ്റൈറ്റ് പ്രകാരം. പക്ഷെ ഞാൻ 1% എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദിവസം 1%. ഓക്കെ, 1 ലാഖാണ് എൻ്റെ ക്യാപിറ്റലെങ്കിൽ 1% പറഞ്ഞാൽ 1000 രൂപ. 1000 രൂപയുടെ മുകളിലേക്കുള്ള ഒരു ലോസ് എടുക്കില്ല എന്നുള്ളത് എന്താണ്? അതൊരു എന്താണ് ഒരു 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 എന്താ ഇപ്പോൾ പറയുക, ഒരു റൂളാണ്. സ്ട്രിക്റ്റായിട്ട് ഒബേ ചെയ്യുന്ന ഒരു റൂളാണ്. കാരണം എന്താണ്? ആ റൂള് തെറ്റിക്കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ കൺസിസ്റ്റൻസി പോകും. ഞാൻ ഇതുവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു, കാരണം എന്നോട് ഞാൻ ചെയ്യുന്ന ഒരു ഇതായിരിക്കും. കാരണം എൻ്റെ റൂള് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം 1 ലാഖിൻ്റെ 1% 1000, 1000 1001 ആയി കഴിഞ്ഞാൽ അവിടെ റൂള് തെറ്റി. ഓക്കെ, എൻ്റെ വിൻ റേറ്റ് 50% 55% ആണെന്ന് വിചാരിക്കുക. കാരണം എന്താണ്? 100 ട്രേഡ് എടുത്താൽ 55 പ്രോഫിറ്റും അതുപോലെ തന്നെ എന്താണ് 45 ലോസും ആവും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ റിസ്ക് വെക്കുന്നത് എത്രയാണ്? 1000 രൂപയാണെന്ന് വിചാരിക്കുക. എൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് 2000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 55 × 2000. കാരണം 55 എന്ന് പറയുന്നത് എൻ്റെ വിന്നിംഗ് റേറ്റ് ആണ്. 100 ട്രേഡ് എടുത്തതിൽ 55 ഞാൻ വിൻ ചെയ്യും. 55 × 2000 എന്ന് പറഞ്ഞാൽ 1,10,000. അതുപോലെ ലോസ് ആവുന്ന എത്രയാണ്? 45 × 1000 എത്രയാണ്? 45,000. ഓക്കെ, അപ്പോൾ എന്താണ് നെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 1,10,000 നിന്ന് 45,000 കുറച്ചാൽ എത്ര ഉണ്ടാവും? 65,000 അല്ലേ? 65,000 ഞാൻ നെറ്റ് പ്രോഫിറ്റിലായിരിക്കും. കാരണം എന്താണ്? എൻ്റെ ആവറേജ് പ്രോഫിറ്റും ആവറേജ് ലോസും എങ്ങനെയാണ് കണക്കൂട്ടുക? എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് 1,10,000 ഡിവൈഡഡ് ബൈ 100 1100. 45,000 × 100 45 × 1000. 45,000 ആണ് എൻ്റെ ലോസ് ഡിവൈഡഡ് ബൈ 100 450. ആവറേജ് ലോസ് എന്ന് പറയുന്നത് 400. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് പറയുന്നത് 1100, ആവറേജ് ലോസ് പറഞ്ഞാൽ 450. എന്താണ്? ഞാൻ പ്രോഫിറ്റിലായിരിക്കും. കാരണം എൻ്റെ ആവറേജ് ലോസ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റിനേക്കാൾ കുറവും, ആവറേജ് പ്രോഫിറ്റ് പറഞ്ഞാൽ ആവറേജ് ലോസിനേക്കാൾ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്?
പ്രോഫിറ്റ് എക്സ്പെക്റ്റൻസി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് നിങ്ങളുടെ 100 ട്രേഡ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ വിന്നിങ് റേറ്റ് കുറവാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, വിന്നിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 60-65 ഉണ്ടാവുക. പല ആഡിലും കാണാം 80% വിന്നിങ് റേറ്റ്, 90% വിന്നിങ് റേറ്റ്, 100% വിന്നിങ് റേറ്റ് വരെ ഉണ്ട്. 100% വിന്നിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 100 ട്രേഡ് എടുക്കുന്നതിൽ 100 വിജയിക്കും. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. 80% വിന്നിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിൽ 80 പ്രോഫിറ്റും 20 ലോസാണ്. 80 ഉണ്ടാവുമോ? നിങ്ങളൊരു കോമൺ സെൻസിലൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് പ്രോബബിലിറ്റി ഓഫ് സ്പെക്യുലേഷൻ ഈ ഒരു സ്പെക്യുലേഷൻ അങ്ങനെ ഒന്നും നടക്കുന്ന കാര്യമല്ല. ഒരു 70ൻ്റെ മുകളിലേക്കൊക്കെ ഒരു അൺറിയലിസ്റ്റിക് ആണ്. ഓക്കെ, ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് പറയാണ്. 70ൻ്റെ മുകളിലേക്ക് ഒരു അൺറിയലിസ്റ്റിക് ആണെന്ന് ഞാൻ പറയും. ഒരു നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പിന് 60-65 തന്നെ ഇനഫ്. അത് തന്നെ ഇനഫാണ്. നിങ്ങളുടെ വിന്നിങ് റേറ്റ് കുറവാണെന്ന് വെച്ച് പേടിക്കണ്ട. നിങ്ങൾ റിസ്ക് റിവാർഡ് പിടിക്കുക. റിസ്ക് റിവാർഡ് പിടിച്ചാൽ മതി. 1:2 1:3 ഒക്കെ എടുക്കാൻ പറ്റില്ല ചിലർക്കും. 1:2 മിനിമം. 1:2 മിനിമം. ഓക്കെ, ഇത്രയും തൊണ്ട കീറി പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ചേഞ്ച് യുവർ സ്റ്റാറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ. എന്താണ് നിങ്ങളുടെ വിന്നിങ് റേറ്റ്? നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്തും ആയിക്കോട്ടെ, EMA സ്ട്രാറ്റജി ആയിക്കോട്ടെ, അതേപോലെ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ഒരു ട്രേഡിംഗ് സെറ്റപ്പിനെയോ ഞാൻ വില കുറച്ചോ ഒന്നും കാണുക. നിങ്ങളുടെ നമ്മൾ ICT ആയിക്കോട്ടെ, പകരം എന്താണ്, എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിക്കോട്ടെ, നിങ്ങൾ ബ്ലൈൻഡായിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണം. അതെന്തായിരിക്കണം? വെൽ ബാക്ക് ടെസ്റ്റും വെൽ ഫോർവേഡ് ടെസ്റ്റും. ബാക്ക് ടെസ്റ്റ് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് ബാക്ക് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഫോർവേഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ മാർക്കറ്റിൽ അത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം എന്താ, രണ്ടിലും റിസൾട്ട് വേറെ ആയിരിക്കും. ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇമോഷൻസ് ഉണ്ടാവില്ല. ഫോർവേഡ് ടെസ്റ്റ് നമ്മൾ റിയൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇമോഷൻസ് ഉണ്ടാവും. ഫോർവേഡ് ടെസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം നിങ്ങളുടെ സെറ്റപ്പ് എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് വിന്നിങ് റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. വിന്നിങ് റേറ്റ്, നിങ്ങളുടെ സെറ്റപ്പിൻ്റെ വിന്നിങ് റേറ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. വിന്നിങ് റേറ്റ് നോക്കുമ്പോൾ എന്താണ്? ലാർജ് സാമ്പിളിൽ വേണം നോക്കാൻ. മിനിമം എത്രയാണ്? 100. ഓക്കെ, സ്മോൾ സാമ്പിളിൽ നോക്കരുത്. 10, 20, 30, 50. കാരണം എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കലി അപ്രോച്ച് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി നമ്മളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ നമ്മളെ ഒരു 100 ട്രേഡ്സിൻ്റെ മുകളിലേക്ക് നോക്കണം. ഒരു 100 ട്രേഡ്സ് ആയിരിക്കണം നമ്മളുടെ സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കായിരിക്കണം. അതുപോലെ നിങ്ങളുടെ റിസ്ക് റിവാർഡ്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന റിസ്ക് റിവാർഡ് എന്തായിരിക്കും എന്ന് ജസ്റ്റ് നോക്കുക. നിങ്ങളുടെ റിസ്ക് റിവാർഡ് നിങ്ങൾ നോക്കുക. നിങ്ങൾ 1:1 ആണോ, 1:2 ആണോ, 1:3 ആണോ, 1:4 ആണോ, 1:5 ആണോ, 1:6 ആണോ, എന്ത് നോക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിന്നിങ് റേറ്റ് 50-ന് കുറവാണെങ്കിൽ, ആലോചിച്ചോ, 50-50-ന് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ 100 ട്രേഡ് എടുത്തതിൽ 50 എണ്ണം പ്രോഫിറ്റും 50 എണ്ണം ലോസ്, അല്ലെങ്കിൽ അതിന് കുറവാണെങ്കിൽ നിങ്ങൾ 1:1 എടുക്കരുത്. റിസ്ക് റിവാർഡ് 1:1 എടുക്കരുത്. 1:1 എടുക്കരുത്. അതിന് മുകളിലേക്കുള്ള 1:2, 1:3 ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താണ്? നിങ്ങളുടെ വിന്നിങ് റേറ്റ് 50-ന് മുകളിലേക്കാണെങ്കിൽ 1:2, 1:1 യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ സ്ലൈറ്റ്ലി പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ എന്താണ്? വിന്നിങ് റേറ്റ് മനസ്സിലാക്കുക, റിസ്ക് റിവാർഡ് റേഷ്യോ മനസ്സിലാക്കുക. നെക്സ്റ്റ് ആവറേജ് വിൻ ആൻഡ് ആവറേജ് ലോസ്. ആവറേജ് വിന്നും ആവറേജ് ലോസും ഞാനിപ്പോൾ തൊണ്ട കീറി ഞാൻ കുറച്ച് നേരമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ നമ്പർ ഓഫ് ട്രേഡ്സ്. ആവറേജ് ലോസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ലോസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ട്രേഡ്സ്. അപ്പോൾ എന്താണ്? ഒരു പ്രോഫിറ്റബിൾ ആയിട്ടാണ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആവറേജ് ലോസ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റിനേക്കാൾ കുറവും, ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ലോസിനേക്കാൾ കൂടുതലും ആയിരിക്കും. കൺഫ്യൂഷൻ ആവണ്ട, മാത്തമാറ്റിക്സിൻ്റെ പവറാണിത്. ഓക്കെ, അപ്പം മെയിനായിട്ട് പറയുന്ന 3 സംഭവങ്ങൾ: വിന്നിങ് റേറ്റ് എന്താണ്, റിസ്ക് റിവാർഡ് റേഷ്യോ എന്തായിരിക്കണം, ആവറേജ് ലോസ് ഓർ ആവറേജ് പ്രോഫിറ്റ്. വിന്നിങ് റേറ്റിനനുസരിച്ചിട്ടുള്ള റിസ്ക് റിവാർഡ് ആയിരിക്കണം നിങ്ങളത്. പല ആളുകൾക്കും വിന്നിങ് റേറ്റ് അറിയില്ല, റിസ്ക് റിവാർഡൊക്കെ തോന്നി റിസ്ക് റിവാർഡാണ്. 1:1 പോലും എടുക്കാത്ത ആളുകളുണ്ട്. 0.5 ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട്. 500 രൂപ റിസ്ക് വെച്ചാൽ 250 പ്രോഫിറ്റ് എടുക്കുന്ന ആളുണ്ട്. അതൊന്നും ഒരിക്കലും, അതൊക്കെ എന്താ, ജസ്റ്റ് ഒരു ചായയും ബിരിയാണിയും വാങ്ങാനുള്ള ക്യാഷ് കിട്ടുന്നല്ലാതെ ഇതിന് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല.
ഇറ്റ്സ് എന്താണ് കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് ഷോർട്ട് ടേം പീരീഡിലേക്കാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഷോർട്ട് ടൈം പീരീഡ് ഒരു ദിവസം ഇത്രയാണ് അങ്ങനെ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസർവാർഡ് വിൻ റേറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വിന്നിങ് റേറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ആവറേജ് ലോസും ആവറേജ് പ്രോഫിറ്റും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പല ആളുകളും നിങ്ങളൊരു സ്ട്രാറ്റജി മാറ്റേണ്ടത് എപ്പോഴാണെന്നറിയോ? ഈ 3 കാര്യം ചെക്ക് ചെയ്തിട്ടാണ്. അതാണ് 100 ട്രേഡ്സ് എടുക്കണം എന്ന് പറയുന്നത്. 100 ട്രേഡ്സ് എടുക്കാനുള്ള ക്യാഷ് നിങ്ങളെ കയ്യിലുണ്ടാവണം. 100 ട്രേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ദിവസം ഒരു ട്രേഡാണ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മന്ത്ലി ഒരു 20 ട്രേഡ് ആവറേജ് കിട്ടുകയാണെന്ന് വിചാരിക്കുക. ഒരു 5 മാസം ട്രേഡ് ചെയ്യാനുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് ഒരു ലോട്ടായിക്കോട്ടെ, കുഴപ്പമില്ല. നിഫ്റ്റിയിൽ 25 ക്വാണ്ടിറ്റി ഒരു ലോട്ട് വാങ്ങിയാൽ മതി. ഒരു 5 മാസം മിനിമം സസ്റ്റെയിൻ ചെയ്യാനുള്ള ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. എന്നിരുന്നാലാണ് നമുക്കൊരു 100 ട്രേഡ്സ് കിട്ടുക. പ്രോബബിലിറ്റി, വിൻ റേറ്റ് ചെക്ക് ചെയ്യുക, റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുക, ആവറേജ് വിൻ ഓർ ലോസും ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങളൊരു സ്ട്രാറ്റജീനെ വിലയിരുത്താൻ. നിങ്ങളൊരു സ്ട്രാറ്റജിയിൽ 100 ട്രേഡ്സ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിൻ റേറ്റ് ചെക്ക് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന റിസ്ക് റിവാർഡ് നോക്കുക, ആവറേജ് പ്രോഫിറ്റും ആവറേജ് ലോസും ഏത് അലൈൻമെൻറ്റിലാണെന്ന് നോക്കുക. എന്നിട്ട് വേണം സ്ട്രാറ്റജിക്ക് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താൻ. ഓക്കെ, എന്നിട്ട് വേണം. പലരും 10 ട്രേഡും 20 ട്രേഡും എടുത്തിട്ട് ലോസിലാണെങ്കിൽ എന്താ ചെയ്യുക? നേരെ സ്ട്രാറ്റജി മാറ്റും, അസറ്റ് ടു അസറ്റ്. ഓക്കെ, ഇപ്പം പല അസറ്റ് ക്ലാസ്സിലേക്കും പോകും, പല സ്ട്രാറ്റജിയിലേക്കും പോകും. വിഡ്ഢിത്തരം എന്നല്ലാതെ പറയാൻ പറ്റില്ല. സ്ട്രാറ്റജിക്കൽ പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ നമ്മളൊരു ലാർജ് സാമ്പിൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് അതിന് അനാലിസിസ് ചെയ്യുക. വിന്നിങ് റേറ്റ് എനിക്ക് എത്ര കിട്ടുന്നുണ്ട്, ആ വിന്നിങ് റേറ്റിന് ഒത്ത റിസ്ക് റിവാർഡാണോ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തത്, എൻ്റെ ആവറേജ് പ്രോഫിറ്റും ആവറേജ് ലോസും ഏത് രീതിയിലാണ് അലൈൻ ചെയ്ത് കിടക്കുന്നത്. എന്നിട്ട് നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക. എന്നിട്ട് വേണം നമ്മൾ സ്ട്രാറ്റജിക്ക് അലൈൻമെൻറ്റ് ചെയ്യാൻ. ഓക്കെ, വിന്നിങ് റേറ്റ് കുറവായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്താ ചെയ്യുക? വിന്നിങ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി നോക്കുക. ഓക്കെ, അല്ലാതെ 10 ട്രേഡും 20 ട്രേഡൊക്കെ എടുത്തിട്ട് സ്ട്രാറ്റജി മാറ്റുക. ഇതല്ല, ലോജിക്കലായിട്ട് ചിന്തിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി കിട്ടണമെങ്കിൽ ലാർജ് സാമ്പിളിൽ നമ്മൾ അനാലിസിസ് ചെയ്യുക. ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്ന ആ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ലൂസിങ് സ്ട്രീക്സ് ആൻഡ് ക്യാപിറ്റൽ ഡ്രോ ഡൗൺ. ഓക്കെ, നമുക്ക് എന്താ ചെയ്യുക? പെന്നിൻ്റെ കളർ ഒന്ന് മാറ്റാം, മഞ്ഞ പിടിക്കാം. ഓക്കെ, എന്താണ് ലൂസിങ് സ്ട്രീക്സ് ആൻഡ് ക്യാപിറ്റൽ ഡ്രോ ഡൗൺ? ഓക്കെ, മഞ്ഞ വേണ്ട, പച്ച പിടിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ട് നോക്കും. ഓക്കെ, ലൂസിങ് സ്ട്രീക്സ് ആൻഡ് ക്യാപിറ്റൽ ഡ്രോ ഡൗൺ നമ്മൾ പറഞ്ഞ മേജർ സൗണ്ട്സിലൊന്നാണ്. എനിക്ക് ലൂസിങ് സ്ട്രീക്സ് ഉണ്ട്. ലൂസിങ് സ്ട്രീക്സ് എന്താണ്? കണ്ടിന്യൂസ്ലി ലോസ്. ക്യാപിറ്റൽ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റലിന് ലൂസിങ് സ്ട്രീക്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ക്യാപിറ്റലിൽ കാര്യമായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഓക്കെ, ബ്ലാക്ക് പിടിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ ട്രേഡിംഗ് സ്ട്രാറ്റജി ഹാവ് ദ വിൻ റേറ്റ് ഓഫ് 40 to 60. ഓക്കെ, നല്ലൊരു സ്ട്രാറ്റജി, എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ 40 to 60 വിൻ റേറ്റ് ഉണ്ടാവും. ഓക്കെ, 40 ആണെങ്കിൽ 1:2 മുകളിലേക്ക് വെക്കണം. 60 ആണെങ്കിൽ 1:1 അല്ലെങ്കിൽ 1:2 വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ വിന്നിങ് റേറ്റ് ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്തു വാ. 30 വിന്നിങ് റേറ്റ്, 35 വിന്നിങ് റേറ്റ്, 40 45 50 55 60 65 70 75 80 85 90 95 99 എന്ന് വരെ പോയി ചെക്ക് ചെയ്തു വാ. ഞാൻ പറയുന്നത് 70ൻ്റെ മുകളിലേക്ക് നോക്കുക. ഇതിൻ്റെ മുകളിലേക്ക് 70ൻ്റെ മുകളിലേക്ക് 75 80 ഇതൊക്കെ എന്ന് പറയുന്നത് ഹൈ പ്രോബബിലിറ്റി വിന്നിങ് റേറ്റ് ആണ്. എന്ന് വെച്ചാൽ 75 എന്ന് പറയുമ്പോൾ 100 ട്രേഡ് എടുക്കുന്നതിൽ 75 പ്രോഫിറ്റ്, 25 ലോസ്. ഓക്കെ, ഞാൻ ഒരിക്കലും 75ൻ്റെ മുകളിലേക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ് ചിലവർക്ക് 75 കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ എൻ്റെ വിശ്വാസം അതാണ്, 75ൻ്റെ മുകളിലേക്ക് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് 40 to 70 എന്ന് പറയുന്നത്. പക്ഷെ 60 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് ഒരിതാണ്. എനിക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്നത് 55% ആണ്. എന്ത് ചെയ്യാനാ? മതി. കാരണം എന്താ? എൻ്റെ വിന്നിങ് റേറ്റ് കുറവാണെങ്കിൽ ഞാൻ റിസ്ക് റിവാർഡ് പിടിച്ചോളാം. എനിക്കറിയാം റിസ്ക് റിവാർഡിൽ ഞാൻ പിടിച്ചോളാം. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു
30% ആണ്. 30 എന്ന് പറയുന്നത് വെരി ലോ ആണ്. വെരി ലോ വിൻ റേറ്റ് ആണ്. ഒരു 30% പറയുന്നത്. 30% പറഞ്ഞാൽ 100 ട്രേഡ് എടുത്തതിൽ 30 പ്രോഫിറ്റ്, 70 ലോസ്. അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് 30 ലോസ് അടുപ്പിച്ച് വരാനുള്ള ചാൻസ് ഉണ്ടാവും. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ലൂസിങ് സ്ട്രീക്സ് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് ലോസ് വരാനുള്ള പ്രോബബിലിറ്റി. 100 ട്രേഡിൽ 30 ട്രേഡും അടുപ്പിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. 35% ആണ് നിങ്ങളുടെ വിന്നിങ് റേറ്റ് എങ്കിൽ 25 ലോസിങ് സ്ട്രീക്സ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ 40 നിങ്ങളുടെ വിന്നിങ് റേറ്റ് എങ്കിൽ 21 നോക്കുക. 21 ലോസ് അടുപ്പിച്ച് ഇങ്ങനെ വരാനുള്ള ഒരു പ്രോബബിലിറ്റി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 45% നിങ്ങളുടെ വിന്നിങ് റേറ്റ് എങ്കിൽ 18 ലോസിങ് സ്ട്രീക്സ് നിങ്ങൾക്ക് ഉണ്ടാവും. 50 എത്രയാണ്? 16. 55. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് 55 കിട്ടുന്നത്. 55 എനിക്ക് കിട്ടുന്നതെങ്കിൽ 14 ലൂസിങ് സ്ട്രീക്സ്, അടുപ്പിച്ച് 14 ദിവസം അല്ലെങ്കിൽ 14 ട്രേഡ് എനിക്ക് ലോസ് വരും എന്നുള്ള ഒരു മൈൻഡ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. എനിക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കണം 14 ലോസ് എനിക്ക് വരാനുണ്ട്, 14 ലോസിങ് സ്ട്രീക്സ് എനിക്ക് വരാനുണ്ട്. ഞാനത് എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. കാരണം എന്താ, ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 55% വിന്നിങ് റേറ്റ് ഉള്ള ഒരാൾക്ക് 14 ട്രേഡ്സ് ലൂസിങ് സ്ട്രീക്സ് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. 60 എന്താണ്, ഒരു 12 നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. 65 എന്താണ്, 10. 70 9. 75 8. 80 7. 85 6. 90 5. 95 4. 99 2. ഇപ്പം നിങ്ങൾ നോക്കുക, ഒരു 90% വിന്നിങ് റേറ്റ് ഉള്ള ഒരു ട്രേഡിന് 5 ലൂസിങ് സ്ട്രീക്സ് ഉണ്ടാവും. കാരണം 90% നിങ്ങളുടെ വിന്നിങ് റേറ്റ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 5 ട്രേഡ് അടുപ്പിച്ച് ലോസ് വരും. ഇവിടെ 2 ട്രേഡ് അടുപ്പിച്ച് വന്നാൽ തന്നെ പലരും ഇട്ടേച്ച് ഓടും. യാഥാർത്ഥ്യം അതാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വിന്നിങ് റേറ്റ് തിരഞ്ഞെടുക്കല്ല, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 45 ടു ഒരു 70 ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതായിരിക്കും നിങ്ങളുടെ ലൂസിങ് സ്ട്രീക്സ്. നിങ്ങളിത് എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ ക്യാപിറ്റൽ ഡ്രോ ഡൗൺ നോക്കാം. എന്താണ് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 50 ആണെന്ന് വിചാരിക്കുക. 50 പ്രോഫിറ്റും 50 ലോസും. 16 നിങ്ങളുടെ ലോസിങ് സ്ട്രീക്സ്. ഇവിടെ നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ 1 lakh ആണെങ്കിൽ നിങ്ങൾ 1% ആണ് നിങ്ങൾ റിസ്ക് എടുക്കുന്നതെങ്കിൽ എത്രയാണ്? 16 ഇൻറ്റു 1000. 16,000 രൂപ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഡ്രോ ഡൗൺ വരാനുള്ള ചാൻസ് ഉണ്ട്. 16,000 രൂപ. എന്താണ്, നിങ്ങൾ റിസ്ക് എടുക്കുന്നത് 1000 രൂപയാണെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ റിസ്ക് എടുക്കുന്നത് 2%, 2000 രൂപയാണെങ്കിൽ 32,000 രൂപ നിങ്ങൾക്ക് ഇവിടെ ക്യാപിറ്റൽ ഡ്രോ ഡൗൺ വരും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വിന്നിങ് റേറ്റ് 60% ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 12 ലൂസിങ് സ്ട്രീക്സ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ 1 lakh ക്യാപിറ്റലിൻ്റെ 1% എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പം എന്താണ്, നിങ്ങൾ 1% 1000 വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഡ്രോ ഡൗൺ 12 ഇൻറ്റു 1000, 12,000 രൂപ ക്യാപിറ്റൽ ഡ്രോ ഡൗൺ സംഭവിക്കും. നിങ്ങൾ 2% 2000 ആണെങ്കിൽ എത്രയാണ്? 24,000 രൂപ ക്യാപിറ്റൽ ഡ്രോ ഡൗൺ ഉണ്ടാവും. അപ്പം എന്താണ്, ക്യാപിറ്റൽ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് നമ്മുടെ ലൂസിങ് സ്ട്രീക്സിൽ നമ്മൾ എടുക്കുന്ന റിസ്കിന് അനുബന്ധിച്ചിട്ടുള്ളതായിരിക്കും. ഓക്കെ, റിസ്കിന്. അപ്പം എന്താണ്, റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കണ്ടിന്യൂസ്ലി, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, 60% ആണ് നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് നിങ്ങളുടെ വിന്നിങ് റേറ്റ് എങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി വിന്നിങ് ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് വിചാരിക്കണം, കണ്ടിന്യൂസ്ലി വിന്നിങ് വരുന്നതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം എനിക്കൊരു ലൂസിങ് സ്ട്രീക്സ് വരാനുണ്ട്. ലൂസിങ് സ്ട്രീക്ക് മാക്സിമം എന്താണ്, ഒരു 12 ലൂസിങ് സ്ട്രീക്സ് എനിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ലൂസിങ് സ്ട്രീക്സ് നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എടുക്കുന്ന റിസ്ക് കുറച്ച് കമ്മിയായിട്ട് റിസ്ക് എടുക്കും. കാരണം എന്താ, ഈ ലൂസിങ് സ്ട്രീക്സിൽ നമ്മൾ എടുക്കുന്ന റിസ്കിനനുസരിച്ചായിരിക്കും നമ്മളുടെ ക്യാപിറ്റൽ ഡ്രോ ഡൗൺ.
അല്ലെങ്കിൽ ക്യാപിറ്റലിൽ ഇടിവ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ്, ആ റിസ്ക് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മളുടെ ക്യാപിറ്റൽ ഡ്രോ ഡൗണിൽ സംഭവിക്കുന്ന ആ ഒരു ഇടിവ് നമുക്ക് കുറയ്ക്കാം. ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയിൽ നമ്മളുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു 40 to 60 വരെയാണ് നിങ്ങളുടെ വിന്നിങ് റേറ്റ് എങ്കിൽ ഗുഡ്. നിങ്ങൾ വിന്നിങ് റേറ്റ് കൂട്ടാൻ പോകണ്ട. വിന്നിങ് റേറ്റ് കൂട്ടാൻ പോകണ്ട, കാരണം നിങ്ങൾ റിസ്ക് റിവാർഡിൽ പിടിച്ചാൽ മതി. വിന്നിങ് റേറ്റ് പല ആളുകളുണ്ട്. 70% വിന്നിങ് റേറ്റ്, 80%, 99% വിന്നിങ് റേറ്റ് കൊടുക്കുന്ന ഒരു ബാബുജി മുംബൈയിലുണ്ട്. 99% വിന്നിങ് റേറ്റ്. അതൊന്നും എന്താ പറയുക, അതൊക്കെ 10,000 കൊടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ഒരു സൈഡിൽ വേറെയും ഉണ്ട്. ഇവരോടൊക്കെ എന്താ പറയേണ്ടത്? 99% ഒന്നും പ്രാക്ടിക്കലി ഇല്ല ട്രേഡിങ്ങിൽ. ഇത് ഓൺലി ഫോർ സ്പെക്കുലേഷൻ ആണ്. ഇതിൽ 99% വിന്നിങ് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റിൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത് സൈഡ് വൈസ് വരും, ട്രെൻഡിങ് വരും, വോളറ്റൈൽ വരും. ഈ 3 മാർക്കറ്റിൻ്റെ കണ്ടീഷനിലും 99% വിന്നിങ് റേറ്റ് ഒന്നും ഒരു പോസിബിളേ അല്ല. ഒരു 40 to 60, ഒരു 50 to 60 വിന്നിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ധാരാളമാണ്. ഒരു ലോജിക്കലി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിസ്ക് റിവാർഡിൽ ഫോക്കസ് ചെയ്താൽ മതി. ഒരു 1:2 നിങ്ങൾ പിടിച്ചു നോക്ക്, അല്ലെങ്കിൽ 1:3 പിടിച്ചു നോക്ക്. സൂപ്പറാണ്. കാരണം എന്താണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, മാർക്കറ്റിൽ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും ഉണ്ടാവും. അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം പ്രോഫിറ്റിന് അല്ലെങ്കിൽ എന്താണ് ഒരു ബുള്ളിഷ് മൊമെൻറ്റിനാണ് ചാൻസ് കൂടുതൽ. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം ഡൗൺ ട്രെൻഡിന് ചാൻസ് കുറവാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഒരു അപ് ട്രെൻഡിൽ നമ്മൾ റിസ്ക് റിവാർഡ് 1:2, 1:3, 1:4 ഒക്കെ പിടിക്കാൻ നോക്കുക. ഒരു അപ് ട്രെൻഡിൽ ഡൗൺ ട്രേഡ് ചെയ്യരുത് എന്നല്ല, അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം പ്രോബബിലിറ്റി കുറവാണ്. അവിടെ എന്ത് ചെയ്യുക, 1:2 അങ്ങ് നിർത്തുക. ഇതാണ് എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അതാണ് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ എൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്, അപ് ട്രെൻഡ് അല്ലേ, ബുള്ളിഷ് തന്നെ. അപ്പം അവിടെ നമ്മളുടെ വിന്നിങ് റേറ്റ് ആണെങ്കിൽ നമ്മളെന്താണ് 1:2, 1:3 ഒക്കെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം എന്താണ്, അവിടെ മേജർ ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷാണ്. പക്ഷേ നമുക്കെന്താ, ചില സമയത്ത് ഡൗൺ ട്രെൻഡ് കിട്ടും, ഒരു കറക്റ്റീവ് ട്രെൻഡൊക്കെ കിട്ടും. അപ്പോൾ അത് നമ്മൾ പിടിക്കും. പക്ഷെ അത് പിടിക്കുന്ന സമയത്ത് 1:3 എടുക്കാൻ പോയാൽ ശരിയാവുമോ? അവിടെ 1:2 മതി. കാരണം എന്താ, നമ്മൾ ട്രേഡ് അഗെയിൻസ്റ്റ് ദ ട്രെൻഡാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, 1:1 പിടിക്കോ, 1:2 എനിക്ക് എന്തായാലും വേണം. ഞാൻ 500 വെക്കുകയാണെങ്കിൽ 1000 എടുത്തിട്ടേ ഞാൻ പോകും. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ലൂസിങ് സ്ട്രീക്സിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിപ്പോൾ ജസ്റ്റ് ട്രേഡ്, ഇത് 100 ഇല്ല, പക്ഷേ നമ്മൾ 100-ലാണ് എടുക്കേണ്ടത്. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് പ്രാക്ടിക്കലി ഒന്ന് തെറവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്കൊരു വിന്ന്, അതിനുശേഷം എന്താണ്, ഒരു കണ്ടിന്യൂസ്ലി 2 ലോസ്, അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ്ലി ഒരു 4 പ്രോഫിറ്റ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ്ലി എനിക്ക് ലോസ് വന്നു 1, 2, 3, 4, 5, 6, 7. അപ്പം എന്താണ്, ഒരു 60% വിന്നിങ് റേറ്റുള്ള ഒരാളാണ്, എനിക്കറിയാം 12 ട്രേഡ്സ് എനിക്ക് കണ്ടിന്യൂസ്ലി വരും. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു 7 വരുന്ന സമയത്ത് എന്താണ്, പല ആളുകളും എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യും, എന്തൊക്കെ സംഭവിക്കാം, ഒന്നെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്ട്രാറ്റജി മാറ്റാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുടെ മാർക്കറ്റിനെ അങ്ങ് മാറ്റി കളയാം, പല കാര്യങ്ങളും ചെയ്യാം. ചിലപ്പോൾ ക്വിറ്റ് ചെയ്ത് പോവാം, പല കാര്യങ്ങളും. അപ്പോൾ എന്താണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി വരാൻ ഇതൊരു ലൂസിങ് സ്ട്രീക്സ് ആണ്. നിങ്ങൾ നോക്കാം, ഈ ലൂസിങ് സ്ട്രീക്സ് കഴിഞ്ഞതിന് ശേഷം എത്ര പ്രോഫിറ്റ് വന്നു, ആരും ഇത് മനസ്സിലാക്കുന്നില്ല. ഒരു ലൂസിങ് സ്ട്രീക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം നിങ്ങളുടെ വിന്നിങ് റേറ്റ് എന്താണ്, അതിനനുസരിച്ചുള്ള ഒരു ലൂസിങ് സ്ട്രീക്സ് നിങ്ങൾക്ക് വരും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് വരും. ആ ലൂസിങ് സ്ട്രീക്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിന്നിങ് സ്ട്രീക്സ് ആയിരിക്കും. ഓക്കെ, ആ വിന്നിങ് സ്ട്രീക്സ് വരെ നിൽക്കാനുള്ള, ആ വിന്നിങ് സ്ട്രീക്സ് വരെ എന്താണ്, ആ വിന്നിങ് സ്ട്രീക്സ് തുടങ്ങുന്നത് വരെ ആ ലൂസിങ് സ്ട്രീക്സ് ഉണ്ടാവും. ആ ലൂസിങ് സ്ട്രീക്സിൽ എപ്പോഴും നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളുടെ റിസ്ക് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ആ റിസ്ക് കുറച്ചാലേ, അല്ലെങ്കിൽ നമ്മൾ റിസ്ക് 1 hour 2 hour ഒക്കെ വെക്കുന്നുണ്ടല്ലോ, ആ റിസ്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ഡ്രോ ഡൗൺ ഒരു വിധത്തിൽ നമുക്ക് ചെയ്യാം. അതിനുശേഷം എന്താണ് നമുക്ക് ഫുൾ ഒരു വിധത്തിൽ എന്തായിരിക്കും, നമുക്ക് വിന്നിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 ലൂസ്, 2 ലൂസ്, 3 ലൂസ്, 4 ലൂസ്, 5 ലൂസ്, 6 ലൂസ്, 7 ലൂസ്, വീണ്ടും എന്താണ് ഒരു ലൂസിങ് സ്ട്രീക്സ് വന്ന്. ഇവിടെയും സെയിം രീതി ആളുകൾ സ്ട്രാറ്റജി മാറ്റും, മാർക്കറ്റ് മാറ്റും, പല രീതിയിലും ചെയ്യും. അതിനുശേഷം എന്താണ് നല്ലൊരു വിന്നിങ് സ്ട്രീക്സ് ആയിരിക്കും.
അപ്പം എന്താണ് ലൂസിങ് സ്ട്രീക്സും വിന്നിങ് സ്ട്രീക്സും തമ്മിൽ എന്താണ് ആ ഒരു കോറിലേഷൻ അങ്ങനെയാണ്. നിങ്ങളുടെ വിന്നിങ് റേറ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആ വിന്നിങ് റേറ്റിൽ വരാനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം വരാനുള്ള ആ ഒരു ഒരു സ്ട്രീക്ക് ലൂസിങ് സ്ട്രീക്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അത് റിയാലിറ്റിയാണ്. അത് വന്നിരിക്കും നിങ്ങൾക്ക്. ഒരു 60% വിന്നിങ് റേറ്റ് ഉള്ള ഒരാൾക്ക് 12 ലൂസിങ് സ്ട്രീക്സ് ഉണ്ടാവാം. എന്ന് വെച്ചാൽ 12 അടുപ്പിച്ച് വരാം, ഒരു 6 വരാം, ഒരു 7 വരാം, ഒരു 8 വരാം, ചിലപ്പോൾ ഒരു 4 അടുപ്പിച്ച് വരാം. പക്ഷെ മാക്സിമം 12 നിങ്ങൾക്ക് വരും, അടുപ്പിച്ച് വരും. ആ അടുപ്പിച്ച് വരും, അത് റിയാലിറ്റിയാണ്. അത് പ്രൊഫഷണൽസ്, നിങ്ങൾ പ്രൊഫഷണൽ രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്താ, ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ മനസ്സിൽ ഈ ലൂസിങ് സ്ട്രീക്സ് ഉണ്ടാവും. ആ ലൂസിങ് സ്ട്രീക്സിൽ അവൻ എന്ത് ചെയ്യും, ഇപ്പം നിങ്ങൾക്ക് അടുപ്പിച്ച് ഒരു 60% വിന്നിങ് റേറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുപ്പിച്ച് നിങ്ങൾക്ക് വിന്നിങ് കിട്ടുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ഒറ്റ കാര്യം ഉണ്ടാവും, എൻ്റെ ലൂസിങ് സ്ട്രീക്സ് ഒരു മൊമെൻറ്റിൽ എനിക്ക് ലൂസിങ് സ്ട്രീക്സ് വരാനുണ്ട്. അപ്പോൾ ലൂസിങ് സ്ട്രീക്സ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഗെയിം. ലോസ് ഈസ് ദ പാർട്ട് ഓഫ് ഗെയിം എന്ന് പറയുന്ന പോലെ ലൂസിങ് സ്ട്രീക്സ് ഈസ് ദ പാർട്ട് ഓഫ് ദ പ്രോസസ്സ്. അത് വരാനുള്ള ചാൻസ്. അവിടെ ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഞാൻ എന്താണ് എൻ്റെ റിസ്കിനെ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ചെറിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം എന്താ, ആ ലൂസിങ് സ്ട്രീക്സിൽ ഞാൻ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും എൻ്റെ ക്യാപിറ്റൽ ഡ്രോ ഡൗണിൻ്റെ വ്യതിയാനങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് ലൂസിങ് സ്ട്രീക്സ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. അതെല്ലാവർക്കും ലൂസിങ് സ്ട്രീക്സ് ഉണ്ടാവും. നമ്മൾ അതിനെങ്ങനെ അതിജീവിക്കുന്നു എന്നതിനാണ് കാരണം. അപ്പോൾ ഈ റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ വരുന്ന അവിടെയാണ്. മനസ്സിലാക്കുക, റിസ്ക് ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഒരു കാര്യമൊന്നുമല്ല, ഇത് ഫുൾ ഒബ്വിയസ്ലി 100% മാത്തമാറ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. മാത്തമാറ്റിക്സിൻ്റെ പവർ എന്ന് പറയുന്നത് അതാണ്. മാത്തമാറ്റിക്സിൻ്റെ പവർ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ, ഒരു കാര്യം, ഇവിടെ ഒരു ചാർട്ട് പോലും ഞാൻ കാണിച്ചില്ല. ആകെ കാണിച്ച ഒരു ചാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ആയിട്ടുള്ളൊരു സ്ലൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ 100% എന്താണ്, 100% ലോജിക്കാണ് പറയുന്നത്. 100% ലോജിക്കാണ് ഇപ്പോൾ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറെ ഒരു കാര്യമില്ല, ഒരു മാജിക്കും ഇവിടെ പറയുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ട മെയിൻ ഒരു കാര്യമാണ് എന്താണ്, പ്രോഫിറ്റബിൾ സോൺ ഓർ ലോ സോൺ. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, റിസ്ക് റിവാർഡ് റേഷ്യോ സോൺ ആൻഡ് വിൻ റേറ്റ്. ഇവിടെ കാണുന്നത് എന്താണ്, 1:6, 1:5, 1:4, 1:3, 1:2, 1:1. ഇതൊക്കെ എന്താണ്, റിസ്ക് റിട്ടേൺ റേഷ്യോ ആണ്. ഇവിടെ താഴേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, വിൻ റേറ്റ് ആണ്. 20% വിൻ റേറ്റ്, 30% വിൻ റേറ്റ്, 40% വിൻ റേറ്റ്, 50% വിൻ റേറ്റ്, 60%, 70% വിൻ റേറ്റ്. ഇവിടെ എന്താണ് 80, 90, 100. ഇത് ഞാൻ ഉൾപ്പെടുത്താത്ത കാര്യം എന്താ, ഞാൻ ഈ 70% വിൻ റേറ്റ് വരെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അതിന് മുകളിലേക്ക് ഒരു 80, 90 ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, എൻ്റെ വിശ്വാസം ഒന്നും ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കേണ്ട. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതെന്ന് പറയുന്നത് പ്രോഫിറ്റ് സോണാണ്. നമ്മൾ പറഞ്ഞ പോലെ പ്രോഫിറ്റ് സോണ്. ഈ ഏരിയ എന്ന് പറയുന്നത് ലോസ് സോണാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് എന്താണ്, ലോസ് സോണാണ്. ലോസ് സോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിൻ റേറ്റും നിങ്ങളുടെ റിസ്ക് റിവാർഡും മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ ഏത് സോണിലാണെന്ന് മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 20% ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വിന്നിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ 20% എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ 100 ട്രേഡ് എടുക്കുന്നതിൽ 20 വിജയിക്കുന്നുള്ളൂ, 80 ലോസാണ്. അത് വളരെ കുറഞ്ഞൊരു വിൻ റേറ്റ് ആണ്, വളരെ കുറഞ്ഞൊരു വിൻ റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ നിങ്ങൾ മിനിമം ഏത് റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യണം, നിങ്ങൾ 1:1 എടുത്താൽ നിങ്ങൾ ലോസിലാണ്, നിങ്ങൾ 1:2 എടുത്താലും പ്രോഫിറ്റ് ലോസിലാണ്, 1:3 എടുത്താലും നിങ്ങൾ ലോസിലാണ്, 1:4 എടുത്താൽ നിങ്ങൾ ബ്രേക്ക് ഈവനിലാണ്. നോക്കൂ, നിങ്ങൾ ആ വരയനോട് ടാപ്പ് ചെയ്ത് നിങ്ങൾ 1:5 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റിലാണ്, 1:6 എടുത്താലും നിങ്ങൾ പ്രോഫിറ്റിലാണ്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരു 20% വിന്നിങ് റേറ്റ് ഉള്ള ഒരു വ്യക്തി പ്രോഫിറ്റിലാവണമെങ്കിൽ അവൻ 1:5 1:6 എടുക്കണം. എന്നിരുന്നാലേ അവൻ പ്രോഫിറ്റ് സോണിലേക്ക് വരൂ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം വരൂ. ഇനി നിങ്ങൾ നോക്കാം, നിങ്ങളൊരു 30% ആണ് നിങ്ങളുടെ വിന്നിങ് റേറ്റ് എങ്കിൽ നിങ്ങൾ 1:1 വന്നാൽ നിങ്ങൾ ലോസിലായിരിക്കും, 1:2 വന്നാൽ നിങ്ങളെന്താണ് ബ്രേക്ക് ഈവനിലായിരിക്കും. ബ്രേക്ക് ഈവൻ എന്ന് വെച്ചാൽ എന്താ, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, പക്ഷെ നെറ്റ് ആഫ്റ്റർ ടാക്സ് നിങ്ങൾ ലോസിലായിരിക്കും. നിങ്ങൾക്ക് വിന്നിങ് റേറ്റ് 30 ആണെങ്കിൽ നിങ്ങൾ 1:3 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും, അതിന് മുകളിലേക്കൊക്കെ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. അപ്പം എന്താണ്, നിങ്ങളൊരു 30% വിന്നിങ് റേറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ
നിങ്ങൾ 1:3ൻ്റെ മുകളിലേക്ക് പോയാലേ നിങ്ങൾ പ്രോഫിറ്റബിലിറ്റി ആകൂ. മനസ്സിലായോ? ഇപ്പോൾ ഒരു 30% വിന്നിങ് റേറ്റ് ഉള്ള ഒരാൾ 1:2 സ്റ്റിക്ക് ചെയ്താൽ പ്രോഫിറ്റ് ആവാത്തതിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലായല്ലോ. ഹീസ് ഇൻ ദ ബ്രേക്ക് ഈവൻ സ്റ്റേജ്. ഓക്കെ, 30% വിന്നിങ് റേറ്റ് ഉള്ള ഒരാൾ 1:1 ആജീവനാന്തം എടുത്തിട്ട് പറയാണ് ഞാൻ ലോസിലാണ്. കാരണം എന്താ? പ്രോഫിറ്റബിൾ സോൺ ഓർ ലോ സോൺ വെച്ച് നോക്കുന്ന സമയത്ത് റിസ്ക് റിവാർഡ് റേഷ്യോ ആൻഡ് വിൻ റേറ്റ് ആ ഒരു സ്കെയിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ ആ വ്യക്തി ലോ സോണിലാണ് ഇപ്പോഴും ഉള്ളത്. ഇനി നമ്മൾ നോക്കാം 40% ആണ് നിങ്ങളുടെ വിൻ റേറ്റ് എങ്കിൽ നിങ്ങൾ 1:1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലോസിൽ തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾ 1:2 എടുക്കുകയാണെങ്കിൽ എന്താണ്? നിങ്ങൾ പ്രോഫിറ്റ് സോണിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ 40% എടുക്കുന്ന ഒരു വ്യക്തി ഒരു 1:2 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ ആയിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. കണ്ടോ, പ്രോഫിറ്റബിൾ ആയിരിക്കും. നെക്സ്റ്റ് 50%. നിങ്ങൾക്ക് 50% ഒരു കോയിൻ ടോസ് ചെയ്യുന്ന പോലത്തെ ഒരു പ്രോബബിലിറ്റിയാണ് നിങ്ങൾക്ക്. 50% 100 ട്രേഡ്സ് എടുത്തതിൽ 50 എണ്ണം പ്രോഫിറ്റും 50 എണ്ണം ലോസും ആണെങ്കിൽ നിങ്ങൾ 1:1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് ഈവനിലേ ആകൂ. നമ്മൾ ആ എക്സാമ്പിൾ നമ്മൾ നേരത്തെ അത് കണ്ടവർക്കാണെങ്കിൽ അറിയാം, നമ്മൾ ഇതിൽ തന്നെ ആയിരിക്കും. നമ്മൾ 1:2 എടുത്താൽ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. പിന്നെ അതിൻ്റെ മുകളിലേക്കൊക്കെ എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ പ്രോഫിറ്റബിൾ തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 60%. ഇതാണ് ഞാൻ പറഞ്ഞത്. 60% നോക്ക്, നിങ്ങൾ 1:1 എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രോഫിറ്റ് സോണിലായിരിക്കും. അതിന് മുകളിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. 70% എടുക്കുകയാണെങ്കിൽ പറയേണ്ട, 1:1 എടുക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് സോണിലായിരിക്കും. 1:2 1:3 ഇതിൻ്റെ മുകളിലൊക്കെ പോകുന്നതനുസരിച്ച് നമ്മൾ പ്രോഫിറ്റ് ലെവലിലായിരിക്കും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ, വിന്നിങ് റേറ്റ്. നമ്മുടെ വിന്നിങ് റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ റിസ്ക് റിവാർഡ് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ നിങ്ങളുടെ വിന്നിങ് റേറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വിന്നിങ് റേറ്റ് ചെക്ക് ചെയ്യാൻ മിനിമം നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം ഒരു ലാർജ് ക്വാണ്ടിറ്റി, ഒരു ലാർജ് സാമ്പിൾ സൈസ് അല്ലെങ്കിൽ ഒരു ലാർജ് സം എടുത്തിട്ട് അതിൽ നിങ്ങൾ വിന്നിങ് റേറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ആ വിന്നിങ് റേറ്റ് പ്രോഫിറ്റ് സോണിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഏത് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് നോക്കാനാ? പിന്നെ ഒന്ന് സൈക്കോളജിക്കലി ഒന്ന് ഇമ്പ്രൂവ് കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വല്ല സ്ട്രാറ്റജിയും ഒന്നുമല്ല, ഒരു മാജിക്കും ഇല്ല. 100% ലോജിക്ക് മാത്രമേ ഉള്ളൂ. 100% ലോജിക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് മാത്തമാറ്റിക്സിൻ്റെ പവർ എന്ന് എടുത്ത് പറയുന്നതിൻ്റെ കാര്യം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പ്രോഫിറ്റ് സോണിലേക്കാണോ ലോ സോണിലാണോ നിങ്ങളെന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ട സെയിം കാര്യം എന്താണ്? നിങ്ങളുടെ വിന്നിങ് റേറ്റ് എന്താണെന്ന് അറിയാം, നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്താണെന്ന് അറിയാം. നിങ്ങളിപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന അതുപോലെ ആവറേജ് ലോസും ആവറേജ് പ്രോഫിറ്റും നോക്കുക, അതിൻ്റെ അലൈൻമെൻറ്റ് നോക്കുക. ഇതൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതാണ് നമ്മളെ സ്വയം ഇരുത്തൂലേ, നമ്മളുടെ ആക്ഷൻ എന്താണെന്നും വിലയിരുത്തുക. ഓക്കെ, നമുക്കെന്താണ് ഒരു 1 ട്രേഡ് ടു 100 ട്രേഡ്, നമ്മൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി നോക്കുമ്പോൾ നമ്മളുടെ ജേണി ഇതുപോലെയാണ് പോവുക. എന്താണ്, നമുക്ക് വിന്നിങ് സ്ട്രീക്സ് ഉണ്ടാവാം, ലോസിങ് സ്ട്രീക്സ് ഉണ്ടാവാം. വിന്നിങ് സ്ട്രീക്സ് ഉണ്ടാവാം, ലോസിങ് സ്ട്രീക്സ് ഉണ്ടാവാം. വിന്നിങ് സ്ട്രീക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അടുപ്പിച്ചൊരു ലോസിങ് സ്ട്രീക്സ് ഉണ്ടാവാം. അപ്പം നമ്മൾ ഓവറോൾ നമ്മളുടെ വിന്നിങ് റേറ്റും നമ്മളുടെ റിസ്ക് റിവാർഡും പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ 100 ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. നമുക്ക് സ്ട്രീക്സ് മനസ്സിലായി, അതുപോലെ എന്താണ് ക്യാപിറ്റൽ ഡ്രോ ഡൗൺ മനസ്സിലായി, എന്താണ് ലൂസിങ് സ്ട്രീക്സ് മനസ്സിലായി, അതുപോലെ ക്യാപിറ്റൽ ഡ്രോ ഡൗൺ മനസ്സിലായി. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പച്ച ബോക്സിൽ കൊടുത്ത ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രോഫിറ്റ് സ്ട്രീക്കാണ്. ഈ റെഡിൽ കൊടുത്ത ലൂസിങ് സ്ട്രീക്കാണ്. പ്രോഫിറ്റ് സ്ട്രീക്ക്, ലൂസിങ് സ്ട്രീക്സ്, ഇപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രോഫിറ്റ് സ്ട്രീക്കിനേക്കാൾ കൂടുതലായി പോയി ലൂസിങ് സ്ട്രീക്സ്. ഇവിടെയാണ് പല ആളുകളുടെയും ഇമോഷനെ ട്രിഗർ ചെയ്യിക്കുന്നത്. എന്താണ്, ഇപ്പോൾ 60% വിന്നിങ് റേറ്റുള്ള ഒരാൾക്ക് 12 ലൂസിങ് സ്ട്രീക്സ് വരികയാണെങ്കിൽ 12 ചിലപ്പം ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കുക, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് അടുപ്പിച്ച് 12 വന്നു പോയിട്ടുണ്ടാവും. അപ്പം എന്താണ്, അവിടെ ഇമോഷണലി ഡിസിപ്ലിൻ അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ എന്താണ്, അവനറിയാം 12 സ്ട്രീക്സ് ഞാൻ ഒറ്റയടിക്ക് വരും. അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ പ്രോസസ് ആൻഡ് എ പാർട്ട് ഓഫ് ദ ഗെയിം.
ലൂസിങ് സ്ട്രീക്സ് ഈസ് ദ പാർട്ട് ഓഫ് ദ പ്രോസസ് ആൻഡ് ലോസ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ലൂസിങ് സ്ട്രീക്സിൽ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് ആ ക്യാപിറ്റൽ ഡ്രോ ഡൗൺ അവൻ കുറച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒരു എന്താണ്, ഒരു ഫിയറും കാര്യങ്ങളൊക്കെ, ഞാൻ പറഞ്ഞ ഫിയർ ഒരു രോഗമാണ്, ചികിത്സിക്കുക. ഫിയർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒബ്വിയസ്ലി ഇവിടെ നിന്ന് അവൻ ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ സ്ട്രാറ്റജി മാറ്റി നോക്കിയിട്ടുണ്ടാവും, മാർക്കറ്റിനെ തന്നെ മാറ്റി നോക്കിയിട്ടുണ്ടാവും. അല്ലാതെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ്, ലൂസിങ് സ്ട്രീക്സ് കഴിഞ്ഞു, ഇനി വിന്നിങ് സ്ട്രീക്സ് വരാം. വിന്നിങ് സ്ട്രീക്സ് വന്നു, ചെറിയൊരു ലൂസിങ് സ്ട്രീക്സ് വന്നു, അതിനുശേഷം വലിയൊരു വിന്നിങ് സ്ട്രീക്സ് തന്നെ വന്നു. കാരണം എന്താ, അവനിലുള്ളൊരു വിശ്വാസമുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ലോസ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഗെയിം, അതുപോലെ ലോസിങ് സ്ട്രീക്സ് ഈസ് ദ പാർട്ട് ഓഫ് ദ പ്രോസസ്. അവനറിയാം. അതുപോലെ ഡോൺ ഫോക്കസ് ഓൺ ദ മോണിറ്ററി വാല്യൂ. മോണിറ്ററി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, റിസ്ക് വെക്കുന്നത് ഞാൻ എന്താണ് 1000 രൂപ, റിവാർഡ് വെക്കുന്നത് 2000 രൂപ. ഇപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു മോണിറ്ററി വാല്യൂ ഉള്ള രീതിയിൽ പറഞ്ഞു എങ്കിൽ പോലും, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ എന്താ പറയുക, 6 മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ റിസ്ക് എടുക്കുന്നത് 1% ഓഫ് മൈ ക്യാപിറ്റൽ, ഞാൻ റിവാർഡ് എടുക്കുന്നത് 1%, 2%, 3% ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ എപ്പോഴും ഒരു പേഴ്സൻറ്റേജ് രീതിയിൽ നിങ്ങൾ കാണുക. ഓക്കെ, നിങ്ങളൊരു മോണിറ്ററി വാല്യൂ, ഡോൺ ഫോക്കസ് ഓൺ ദ മോണിറ്ററി വാല്യൂ പറഞ്ഞാൽ ഞാൻ 1000 വെച്ചു, 2000 വെച്ചു, 3000, അതൊരു ഒരു 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 സ്റ്റാൻഡേർഡ് ഇല്ല. നമ്മൾ ബിസിനസ് രീതിയിൽ എന്താണ്, 1000 ലോസ് വന്നു എന്ന് പറയുന്നത് പകരം എന്താണ്, എൻ്റെ ക്യാപിറ്റലിൻ്റെ ഒരു 1% ഒരു ഡ്രോ ഡൗൺ പോയി, ആ രീതിയിലേക്ക് വരണം നമ്മൾ. അതാണ് ഒരു പ്രൊഫഷണലിസം കയറുന്ന സമയത്ത് നമ്മളെന്താണ്, ആ ഒരു മോണിറ്ററി വാല്യൂ ഫോക്കസ് ചെയ്യാതെ ഒരു 6 മൾട്ടിപ്പിൾസിലേക്ക് വരും. ഓക്കെ, ഒരു പേഴ്സൻറ്റേജ് വൈസിലേക്ക് പോകും. അപ്പോൾ എന്താ, നിങ്ങളുടെ പേഴ്സൻറ്റേജ് വൈസിലെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. ഒരാളോട് പറയുമ്പോൾ പേഴ്സൻറ്റേജ് വൈസിൽ പറയുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇന്ന് എത്ര പ്രോഫിറ്റ് കിട്ടി, അത് എൻ്റെ ക്യാപിറ്റലിൻ്റെ ഒരു 1%, 2%, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ ചോദിക്കും, അത് അവർ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. അത്രയേ ഉള്ളൂ. എന്താണ്, അത് മോണിറ്ററി വാല്യൂവിൽ പറയാതിരിക്കുക. ആ മോണിറ്ററി വാല്യൂവിൽ പറയുമ്പോൾ എന്താണ്, ഇന്ന് 1000, 5000 ലോസ് വന്നു എന്ന് പറയുമ്പം മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാശ് എന്ന് പറയുന്നത് വളരെ ആയിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മളുടെ മാക്സിമം നമ്മുടെ ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേഴ്സൻറ്റേജ്. അപ്പോൾ പേഴ്സൻറ്റേജ് വൈസിൽ അറിയില്ലെങ്കിൽ പോയി പഠിക്കുക, പേഴ്സൻറ്റേജ് വൈസിൽ കാൽക്കുലേറ്റ് ചെയ്യാനും പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഡോൺ ഫോക്കസ് ഓൺ മോണിറ്ററി വാല്യൂ. അതുപോലെ നെക്സ്റ്റ് ആണ് ഫോക്കസ് ഓൺ ഔട്ട്കം നോട്ട് ദ പ്രോസസ്. പല ആളുകളും ചെയ്യുന്ന മെയിൻ കാര്യം ഇതെന്താണ്, ഇപ്പം പറയുന്നത് ഫോക്കസ് ഓൺ ദ ഔട്ട്കം. പല ആളുകളും ഔട്ട്കത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നോട്ട് ദ പ്രോസസ്സിനെയല്ല. എന്താണ്, പ്രോസസ്സിന് ഔട്ട്കത്തിനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഔട്ട്കം പ്രോഫിറ്റ് ആയിട്ടും ലോസ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മളുടെ ഫോക്കസ് ചെയ്യുന്ന ഔട്ട്കം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റിനെ മാത്രം ഇങ്ങനെ എന്താണ്, നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ട്, ഇത്ര, അതിനെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ഒരു ലൂസിങ് സ്ട്രീക്സ് ഒന്നും നമുക്ക് താങ്ങാൻ പറ്റാത്തത്. അപ്പോൾ എന്താണ്, പ്രോസസ്സിനെ ഫോക്കസ് ചെയ്യുക, പ്രോസസ്സിനനുസരിച്ചായിരിക്കും ഔട്ട്കം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഡിഫറെൻറ്റ് റിസ്ക് റിവാർഡ്. പല ആളുകളും എന്താണ്, പല റിസ്ക് റിവാർഡുമാണ് ചെയ്യുന്നത്. 1:1 വെക്കും, 1:2 വെക്കും, 1:3 വെക്കും, 1:4 ഒക്കെ വെക്കുന്ന ആളുകളൊക്കെ കുറവായിരിക്കും. അത്രയും പേഷ്യൻസ്. ഇത് റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും വെച്ചിട്ട് മാത്രം കാര്യമില്ല, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പേഷ്യൻസ് കൂടിയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ പല റിസ്ക് റിവാർഡും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ, കാരണം എന്താണ്, ഒരു 50% വിന്നിങ് റേറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 1:2 തന്നെ അവൻ യൂസ് ചെയ്യണം. അപ്പം 1:1 ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ പ്രോഫിറ്റ് ആയാൽ പോലും കൺസിസ്റ്റൻ്റ്ലി നോക്കുമ്പോൾ ലോസ് ആയിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം ലോസ് ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ, ലോസ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഗെയിം ആൻഡ് ലോസിങ് സ്ട്രീക്സ് ഈസ് ദ പാർട്ട് ഓഫ് ദ പ്രോസസ്. വിശ്വസിച്ചിരിക്കുക. അടുത്തെന്താ, ഫോക്കസ് ഓൺ എന്താണ്, പേഴ്സൻറ്റേജ് വാല്യൂ, ഡോണ്ട് മോണിറ്ററി വാല്യൂ. ഓക്കെ, ഫോക്കസ് ഓൺ ദ പ്രോസസ് നോട്ട് ദ ഔട്ട്കം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, യൂസ് സ്റ്റേബിൾ റിസ്ക് റിവാർഡ്, അല്ലെങ്കിൽ ഒരു ഡീസെൻറ്റ് റിസ്ക് റിവാർഡ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ചെറുങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പോൾ തന്നെ വീഡിയോ 1 മണിക്കൂറിൻ്റെ മുകളിൽ പോയി. ഇതൊന്നും പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല കാര്യം. ഇതുവരെയൊക്കെ കണ്ടിരിക്കുന്ന ആളുകളെ ഞാൻ സമ്മതിക്കുന്നു. കാരണം അത്യാവശ്യം ഫോക്കസ്ഡ് ആൻഡ് ഇതിനോട് താല്പര്യമുള്ള ഒരാളായിരിക്കും ഈ ഒരു ജേർണി സ്ലൈഡ് വരെ ഇത് കണ്ടിരിക്കുന്ന ആളുകൾ. ഓക്കെ, ഇപ്പോൾ ഇതുവരെ കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും റിസ്ക് റിവാർഡിൻ്റെ ഇമ്പോർട്ടൻസ്, വിന്നിങ് റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, 40 മുതൽ 60 വരെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡീസെൻറ്റ്
മെജോറിറ്റി വിന്നിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ 60% ഒക്കെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്താണ് റീസൺ ഫോർ ലോ വിൻ റേറ്റ്? ഇപ്പം നിങ്ങൾ വിന്നിങ് റേറ്റ് നോക്കിയിട്ട് 40 കുറവാണെങ്കിൽ 40%, 40 എന്ന് പറയുന്നത് 100 ട്രേഡ് എടുത്തതിൽ 40 പ്രോഫിറ്റും അതുപോലെ 60 ലോസും. ഓക്കെ, അപ്പം ഇതിന് താഴേക്ക് നോക്കുമ്പോൾ എന്താണ്, അത് ലോ വിൻ റേറ്റ് ആണ്, ലോ വിന്നിങ് റേറ്റ് ആണ്. നമ്മളെ ലോ വിന്നിങ് റേറ്റിൽ നോക്കുന്ന സമയത്ത് എത്ര നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സോൺ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര പിടിക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ലോ വിന്നിങ് റേറ്റിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു ലോസ് കാര്യം, നിങ്ങൾ ഈ 3 നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എന്താണ്, നിങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കുക. ഇവിടെ എന്താ നോക്കുന്നത്, വിന്ന് ലോസ്. എന്നാൽ ഇങ്ങനെയല്ല, നിങ്ങളുടെ ആവറേജ് വിന്ന് ആണ് ഇത്. ഓക്കെ, ആവറേജ് വിന്ന്. നിങ്ങളുടെ ആവറേജ് ലോസ് അതാണ് ഇത്. നിങ്ങളുടെ ആവറേജ് ലോസ് ആവറേജ് വിന്നിനേക്കാൾ കൂടുതലാവുന്ന സമയത്തായിരിക്കും നിങ്ങൾ ലോസിൽ. ലോജിക്ക് മനസ്സിലാക്കാൻ, നിങ്ങളുടെ ആവറേജ് ലോസ് എന്ന് പറയുന്നത് ആവറേജ് വിന്നിനേക്കാൾ കൂടുതലാവുമ്പോഴായിരിക്കും ഈ ത്രാസ് ഇങ്ങനെ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആവറേജ് വിന്ന് എന്ന് പറയുന്നത് ആവറേജ് ലോസിനേക്കാൾ കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആവറേജ് ലോസ് എന്ന് പറയുന്നത് ആവറേജ് വിന്നിൻ്റെ മുകളിലേക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ എന്താണ് ലോ വിന്നിങ് റേറ്റ് ഉണ്ടാവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ട്രേഡ് അഗെയിൻസ്റ്റ് ദ ട്രെൻഡ്. ട്രേഡ് അഗെയിൻസ്റ്റ് ദ ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ പലരും ചോദിക്കും ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്താൽ എന്താണ്? കുഴപ്പമില്ല, ട്രേഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്. ഓക്കെ, ഇത് അപ് ട്രെൻഡ്, ഇത് ഡൗൺ ട്രെൻഡ്. ഓക്കെ, നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറ്റി പച്ച പിടിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം അപ് ട്രെൻഡിൽ എന്താണ് ബുള്ളിഷിനായിരിക്കും പ്രോബബിലിറ്റി. അതുപോലെ ബെയറിഷ് ട്രെൻഡ്, ഒരു ഡൗൺ ട്രെൻഡിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം ബെയറിനാണ്, അല്ലെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡിനാണ് പ്രോബബിലിറ്റി കൂടുതൽ. അപ്പം നിങ്ങളുടെ മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റി, അല്ലെങ്കിൽ മേജറായിട്ട് നിങ്ങൾ ട്രേഡ് വരേണ്ടത് ഒരു അപ് ട്രെൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ലോങ് ആയിരിക്കണം. നിങ്ങൾ ട്രെൻഡിങ് മാർക്കറ്റിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അപ് ട്രെൻഡ് സ്ട്രക്ചറിൽ ലോങ് എന്ന് പറയുന്നത് ട്രെൻഡും അതുപോലെ ഷോർട്ട് എന്ന് പറയുന്നത് കൗണ്ടർ ട്രെൻഡുമാണ്. അപ്പോൾ കൗണ്ടർ ട്രെൻഡ് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അപ് ട്രെൻഡാണ്, ഒഴുക്ക് മുകളിലേക്കാണ്, ഒഴുക്കിനെതിരെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സൂക്ഷിക്കുക. അതുപോലെ ഡൗൺ ട്രെൻഡിൽ എന്താണ്, ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ എന്താ മാർക്കറ്റ് താഴേക്ക് പോയിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഒഴുക്ക് താഴേക്കാണ്, നമ്മൾ ഒഴുക്കിനെതിരെ പോകുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഡൗൺ ട്രെൻഡ് ആണെന്ന് വെച്ചാൽ എപ്പോഴും ഡൗൺ ട്രെൻഡ് മാർക്ക്, ചിലപ്പോൾ അപ് ട്രെൻഡ് മാർക്ക്, ഒരു അപ് ട്രെൻഡ് ലോങ് ഒരു സെറ്റപ്പ് കിട്ടും. അപ്പോൾ ലോങ് സെറ്റപ്പ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്കെന്താണ് ലോങ് സെറ്റപ്പ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, ലോങ്ങിലേക്ക് പോവുക. പക്ഷെ എന്താണ്, റിസ്ക് റിവാർഡ് അവിടെ മെയിൻ നോക്കണം. റിസ്ക് റിവാർഡ് നോക്കണം. കാരണം എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഒരു അപ് ട്രെൻഡിൽ പോകുന്ന സമയത്ത് എന്താണ്, നമുക്ക് 1:2, 1:3, 1:4 എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ പോവാം. പക്ഷെ ഒരു ഡൗൺ ട്രെൻഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഡൗൺ ട്രെൻഡിൽ കഴിയുന്നതും സ്കാൽപ്പ് ചെയ്ത് ഒഴിവാക്കി പോവുക. ട്രേഡ് അഗെയിൻസ്റ്റ് ദ ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അഗെയിൻസ്റ്റ്, പല ആളുകളും ട്രേഡ് അഗെയിൻസ്റ്റ് ദ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പലരും പറയും. പക്ഷെ സത്യം അതാണ്, ട്രെൻഡിൻ്റെ കൂടെ പോവുക, അപ്പോഴാണ് നമ്മളുടെ പ്രോബബിലിറ്റി കൂടുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ഓൺ എ പ്രീമിയം ഏരിയ ആൻഡ് സെല്ലിങ് ഓൺ എ ഡിസ്കൗണ്ട് ഏരിയ. ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ബൈ ചെയ്യുന്നത് എപ്പോഴും ഡിസ്കൗണ്ട് ഏരിയയിലായിരിക്കണം, സെല്ല് ചെയ്യേണ്ടത് എപ്പോഴും ഒരു പ്രീമിയം ഏരിയയിലായിരിക്കണം. ഡിസ്കൗണ്ട് പ്രീമിയം ലെവലൊക്കെ നമ്മുടെ ICT സീരീസിൽ വ്യക്തമായിട്ട് പച്ചവെള്ളം പോലെ പച്ചമലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബൈയിങ് ഓൺ എ പ്രീമിയം ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രീമിയം എന്ന് പറയുന്നാൽ അവിടെ പ്രൈസ് കൂടുതലാണ്, അവിടെ പോയിട്ട് ബൈ ചെയ്യാൻ പറ്റുമോ? അതേപോലെ ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയുന്നത് അവിടെ പ്രൈസ് വളരെ ചീപ്പാണ്, അവിടെ പോയി സെല്ല് ചെയ്യാൻ പറ്റുമോ? ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ബ്രേക്ക് ഔട്ട് ട്രേഡിങ് ചെയ്യരുത്. കാരണം എന്താ, ഈ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, പല ആളുകളും ചെയ്യുന്ന കാര്യമാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിങ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇമ്പൾസീവ് മൂവിൽ അങ്ങ് കയറി പോകാനുള്ള ഒരു ഗ്രീഡിന്റെ പിന്നാലെ പോരുത്. ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രീമിയം ഏരിയയിലായിരിക്കും ഉണ്ടാവുക കൂടുതലും. നമ്മൾ പ്രീമിയം ഏരിയ പോയിട്ട് ബൈ ചെയ്യലും, നിങ്ങൾ ആലോചിക്കുക,
എന്താ എനിക്ക് എന്താ ഇപ്പോൾ പറയാ, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബൈ വരും, അവിടെ ബൈ വരും, അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസും വരും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ബൈ ചെയ്യുന്നത് പ്രീമിയം ഏരിയയിലാണ്. ഒരു ബിസിനസ് രീതിയിൽ നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഒരു ബയ്യർ ആണെങ്കിൽ ബയ്യേഴ്സ് വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആണ്. നമുക്ക് പല ഡിസ്കൗണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവിടെ മാർക്കറ്റിൽ തരുന്ന സമയത്ത്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഡിസ്കൗണ്ട് വരുമ്പോൾ ആൾക്കാർ പോയി വാങ്ങുന്നതിൻ്റെ കാര്യം എന്താണ്, അവിടെ പ്രൈസ് കുറവാണ്. നമ്മളൊരു ബൈക്ക് 10,000 രൂപയ്ക്ക് വിൽക്കാതെ 20,000-ന് വിൽക്കുക എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് കൂടുതൽ പ്രൈസിന് വിറ്റാലേ നമുക്ക് ലാഭം ഉണ്ടാവൂ. കുറഞ്ഞ പ്രൈസിന് വാങ്ങിയിട്ട് വലിയ പൈസയ്ക്ക് വിൽക്കുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുക. കൂടിയ പ്രൈസിന് എന്താണ് കൂടിയ പ്രൈസിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൂടിയ പ്രൈസിന് വിൽക്കുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുക. കാര്യം മനസ്സിലാവും. ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുക. ട്രേഡിംഗ് ഈസ് എ ബിസിനസ്സാണ്, ബിസിനസ് ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പം എന്താണ് ഞാൻ എന്താ പറയുക, ഈ ബ്രേക്ക് ഔട്ടിന് ഒബ്വിയസ്ലി എതിരായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ബ്രേക്ക് ഔട്ട് ട്രേഡിങ് ചെയ്യരുത്. ബ്രേക്ക് ഔട്ട് ട്രേഡിങ് പല യൂട്യൂബ് ചാനലിലും പലതും എല്ലാവരും ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സാണ്. ബ്രേക്ക് ഔട്ട് 100% ബ്രേക്ക് ഔട്ടിൽ 80 to 85 ഫേക്ക് ഔട്ട്സ് ആയിരിക്കും. അത് മനസ്സിലാക്കാതെ ഇപ്പോഴും ബ്രേക്ക് ഔട്ട് ചെയ്ത് എപ്പോഴും ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട്. അതേപോലെ ബൈ ചെയ്യുന്നത് എപ്പോഴും എന്താണ്, ഒരു ഓവർ സോൾഡ് ആയിട്ട് ആയിരിക്കും. സെല്ല് ചെയ്യുന്നത് എപ്പോഴും ഒരു ഓവർ ബോട്ടായിട്ടായിരിക്കും. നിങ്ങൾക്ക് കാര്യത്തിലേക്ക് വരും. അപ്പം നിങ്ങളുടെ വിന്നിങ് റേറ്റ് കുറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ യു ആർ ട്രേഡിങ് അഗെയിൻസ്റ്റ് ദ ട്രെൻഡ്. നിങ്ങളുടെ മേജർ ട്രേഡ്സ് വരുന്നത് അഗെയിൻസ്റ്റ് ദ ട്രെൻഡിനായിരിക്കും. അതുപോലെ ബൈയിങ് ഓൺ എ പ്രീമിയം ഏരിയ, സെല്ലിങ് ഓൺ എ ഡിസ്കൗണ്ട് ഏരിയ. ആദ്യം നിങ്ങൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് ഏരിയ എന്നായിരിക്കണം നിങ്ങൾ ബൈ ചെയ്യേണ്ടത്. നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം ഏരിയ എന്നായിരിക്കും നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മളുടെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്നുള്ള കാര്യം നമ്മളെ ഒഴിവാക്കിയിട്ട് ഇനി നമുക്കെന്താണ് പൊസിഷണൽ സൈസിങ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പൊസിഷണൽ സൈസിങ്, നമ്മളുടെ 20% ഇമ്പോർട്ടൻസ് ഉള്ളത് പൊസിഷണൽ സൈസിങ്ങിനാണ്. അപ്പോൾ ഇനി നമ്മൾ പൊസിഷണൽ സൈസിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പൊസിഷണൽ സൈസിങ് എന്ന് പറയുമ്പോൾ എന്താണ്, പൊസിഷണൽ സൈസിങ് ഇസ് എ ട്രേഡിംഗ് റെഫേഴ്സ് ടു determining how much money or how many shares of contract you should have invest in a particular trade. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ട്രേഡിലേക്ക് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ക്യാപിറ്റലും നിങ്ങളുടെ റിസ്ക്കും അനുസരിച്ചിട്ട്, നിങ്ങളൊരു ആ ട്രേഡിൽ എടുക്കുന്ന റിസ്ക്കും വെച്ചിട്ട് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള ലോജിക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പൊസിഷണൽ സൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു മാനേജ് risk by deciding the size of your trade based on your account balance and the amount of risk you are willing to take. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, നമ്മൾ എത്രത്തോളമാണ് നമ്മളുടെ ക്യാപിറ്റൽ, നമ്മുടെ നെറ്റ് ലിക്വിഡേഷൻ, ഓക്കെ, നമ്മളുടെ ക്യാപിറ്റൽ, അതുപോലെ തന്നെ നമ്മളുടെ വില്ലിങ് ടു ട്രേഡ്, നമ്മൾ വില്ലിങ് ടു റിസ്ക് പെർ ട്രേഡ്, നമ്മളൊരു ട്രേഡിൽ എത്ര റിസ്ക് എടുക്കും അതിനനുസരിച്ചായിരിക്കണം നമ്മളുടെ പൊസിഷണൽ സൈസിങ്. ഓക്കെ, ഇനി എന്താണ് ഒരു പൊസിഷണൽ സൈസിങ് എന്താണെന്ന് വെറുതെ അടിച്ചു വിട്ടിട്ട് കാര്യമില്ല. എങ്ങനെയാണ് പൊസിഷണൽ സൈസിങ്ങിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. കാൽക്കുലേറ്റ് യുവർ പൊസിഷണൽ സൈസിങ്. ഇപ്പം എന്താണ്, കാൽക്കുലേറ്റ് യുവർ ആക്ച്വൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ നെറ്റ് ലിക്വിഡേഷൻ. നോക്കുകയാണെങ്കിൽ എന്താണ്, എൻ്റെ 1 lakh ആണ് എൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, 1 lakh, 1,00,000 രൂപയാണ് എൻ്റെ ക്യാപിറ്റൽ. ഡെറ്റർമൈൻ യുവർ റിസ്ക് പെർ ട്രേഡ്. ഓക്കെ, റിസ്ക് പെർ ട്രേഡ് എന്താണ്, 1%. ഇപ്പം നോക്കുകയാണെങ്കിൽ 1 lakhൻ്റെ 1% എന്ന് പറയുമ്പോൾ 1000 രൂപ. അപ്പോൾ എന്താണ്, എൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ, എൻ്റെ റിസ്ക് പെർ ട്രേഡ് എന്ന് പറയുന്നത് 1000 രൂപ. ഇനി എന്താണ് റിസ്ക് പെർ ഷെയർ. റിസ്ക് പെർ ഷെയർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് വെക്കുമല്ലോ. അതിൽ ആ ഒരു ലോസ് എത്രയാണ് ലോസ്, ചിലപ്പോൾ 10 പോയിൻ്റ് ആയിരിക്കും വരിക, 5 പോയിൻ്റ് ആയിരിക്കും വരിക, 15 പോയിൻ്റ് ആയിരിക്കും വരിക. ആ ഒരു പോയിൻ്റ്, ആ പോയിൻ്റാണ് നിങ്ങൾ ഒരു റിസ്ക്, ഒരു ഷെയറിന് വെക്കുന്ന റിസ്ക്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത സ്ലൈഡ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു പൊസിഷണൽ സൈസിങ്ങിൻ്റെ ആ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, പെർസെൻറ്റേജ് ഓഫ് റിസ്ക് പെർ ട്രേഡ് ഇൻ ടു ക്യാപിറ്റൽ ബൈ റിസ്ക് പെർ ഷെയർ. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മളുടെ പൊസിഷണൽ സൈസിങ് പ്രകാരം നമ്പർ ഓഫ് ഷെയർസ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് റിസ്ക് പെർ ട്രേഡ് ഇൻ ടു ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് പെർ ഷെയർ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് പൊസിഷണൽ സൈസിങ് ഒന്നും, എങ്ങനെയാണ് പൊസിഷണൽ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഇത് നോക്കുക. ജസ്റ്റ് എന്താണ് ഈ ഒരു ഇക്വേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്,
എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ 10,000 രൂപ. വെരി ലോ ക്യാപിറ്റൽ. കാരണം എന്താ, നമ്മൾ ക്യാപിറ്റൽ ഇന്നലത്തെ അല്ലെങ്കിൽ ഇന്നലെയല്ല, കഴിഞ്ഞ എപ്പിസോഡ് 4 വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എന്താണ്, നമുക്ക് 3 തരം ക്യാപിറ്റൽസ് ഉണ്ട്. സോറി, ലോവർ ക്യാപിറ്റൽ, മോഡറേറ്റ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ എന്താണ്, ഡീസൻറ്റ് ക്യാപിറ്റൽ. ഇപ്പോൾ ഈ 10K നോക്കുകയാണെങ്കിൽ അത് ലോവർ ക്യാപിറ്റലാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല. ഒരു 10,000 രൂപയാണ് എൻ്റെ ക്യാപിറ്റൽ. ഞാൻ റിസ്ക് എടുക്കുന്നത് 1%. അപ്പോൾ എന്താണ്, 10,000-ൻ്റെ 1% എന്ന് പറയുമ്പോൾ എത്രയാണ്? വെറും 100 രൂപ. ഓക്കെ, അപ്പം നോക്കുകയാണെങ്കിൽ എന്താണ്, ഞാനൊരു ട്രേഡ് എടുത്തു. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എ ടി സി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഷെയർ, ഒരു പെന്നി സ്റ്റോക്ക് ആണെന്ന് വിചാരിക്കുക. 8 രൂപയിൽ ഞാൻ ബൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 8 രൂപയിൽ ഞാൻ ബൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് 6 രൂപയിലാണ്. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടാർഗറ്റ് എന്ന് പറയുന്നത് 12 രൂപ. ഇപ്പം എൻ്റെ എൻട്രിന്ന് അല്ലെങ്കിൽ എൻ്റെ ബൈയിങ് പ്രൈസ് നിന്ന് ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 4 രൂപയാണ് എൻ്റെ റിവാർഡ്. എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 2 രൂപയാണ്. അപ്പം റിസ്ക് പെർ ട്രേഡ് എന്ന് പറയുന്നത് 2 രൂപ എന്നാണ്. 2 രൂപ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ റിസ്ക് പെർ ഷെയർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളുടെ കാൽക്കുലേഷൻ നോക്കുക. 1% ഇൻറ്റു ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് പെർ ഷെയർ. ഇവിടെ നോക്കുകയാണെങ്കിൽ 1% എത്ര? 10,000 രൂപയിൽ അതിൽ റിസ്ക് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ 2 രൂപ. അതിന് 50 ആണ് കിട്ടിയത്. 50 കിട്ടി. ഒന്നും കൂടി പറയുകയാണെങ്കിൽ 1%, ഈ 1% ഇവിടെ എഴുതി, ഇൻറ്റു ക്യാപിറ്റൽ എത്രയാണ്? 10,000 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ എന്താണ്? റിസ്ക് പെർ ഷെയർ. റിസ്ക് പെർ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 2 രൂപ. 8 6 2. ഓക്കെ, അപ്പോൾ എനിക്ക് വരുന്നത് 50 രൂപ. അപ്പം ഞാൻ ഈ ATC എന്ന് പറഞ്ഞ കമ്പനിയിൽ എൻ്റെ പൊസിഷണൽ സൈസ് പ്രകാരം ഈ 8 രൂപയ്ക്ക് 50 ക്വാണ്ടിറ്റിയെ വാങ്ങാൻ പറ്റൂ. 400 രൂപ. ഓക്കെ, ഇപ്പോൾ 10,000 രൂപ ക്യാപിറ്റലുള്ള ഞാൻ 1% റിസ്ക് എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ATC എന്ന് പറഞ്ഞ ആ ഒരു ഷെയർ, കമ്പനിയുടെ ഷെയർ എനിക്ക് 50 വാങ്ങാൻ പറ്റൂ. ഞാൻ 50 വാങ്ങൂ പൊസിഷണൽ സൈസ് പ്രകാരം. അപ്പം എന്താണ്, ഈ 8 രൂപയാണ് ബൈയിങ് പ്രൈസ്. 8 ഇൻറ്റു 50 400 രൂപ. എൻ്റെ ക്യാപിറ്റൽ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് എന്താണ്? 10,000 രൂപ ക്യാപിറ്റലുള്ള ഞാൻ 400 രൂപയാണ് അവിടെ ക്യാപിറ്റൽ ഡിപ്ലോയിഡ്. അപ്പോൾ മനസ്സിലാക്കുക, പൊസിഷണൽ സൈസ് ഈസ് നോട്ട് യുവർ റിസ്ക്. പൊസിഷണൽ സൈസ് ഈസ് നോട്ട് യുവർ റിസ്ക്. പൊസിഷണൽ സൈസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ 50 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റിസ്ക്. റിസ്ക് വരുന്നത് എത്രയാണ്? റിസ്ക് വരുന്നത് 100 രൂപയായിരിക്കും റിസ്ക്. കാര്യം മനസ്സിലാവണല്ലോ, 100 രൂപയാണ് റിസ്ക്. കാരണം എന്താണ്, 50 ക്വാണ്ടിറ്റി ലോസിലേക്ക് പോവുകയാണെങ്കിൽ 50 ഇൻറ്റു 2 100 വരൂ. ഇപ്പം നിങ്ങൾക്ക് പൊസിഷണൽ സൈസ് മനസ്സിലായല്ലോ. പൊസിഷണൽ സൈസ് പ്രകാരം 50 ഷെയറേ ഞാൻ വാങ്ങാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പൊസിഷണൽ സൈസ് പ്രകാരം നിങ്ങൾക്ക് റൈറ്റ് ക്വാണ്ടിറ്റി തന്നെയാണോ വാങ്ങുന്നത്, പൊസിഷണൽ സൈസിനെ കൂടുതലായിട്ടാണോ വാങ്ങുന്നത്, ഒക്കെ നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഡിസിഷനിലെത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ പൊസിഷണൽ സൈസിങ് 20% പറഞ്ഞു. അതുപോലെ തന്നെ 20% ആണ് പൊസിഷണൽ സൈസിങ്ങിനുള്ള ഇമ്പോർട്ടൻസ്. 30% ആണ് നമ്മളുടെ എന്താണ് സ്ട്രാറ്റജിക്കൽ എഡ്ജൊക്കെ. അതിനുശേഷം ഇത് രണ്ടും കൂടി 50%. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളുടെ ആ ഒരു 100% നമ്മൾ ആ ഒരു പൈ ചാർട്ട് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ, അതിലെന്താണ്, നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ വരുന്ന ഈ 2 കാര്യമാണ്. അതിനുശേഷം ട്രേഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന 50% ആണ് സൈക്കോളജി. നമ്മൾ സൈക്കോളജിക്കലി എത്രത്തോളം ഇമ്പ്രൂവ് ആണ്, നമ്മൾ സൈക്കോളജിക്കലി എത്രത്തോളം ഡിസിപ്ലിൻ ആണ്, ഇമോഷണലി ഡിസിപ്ലിൻ ആണ്, അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ചില ആളുകൾ എന്താണ് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അനാലിസിസ്, പക്ഷെ അവരുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ മോശമായിരിക്കും. ഓക്കെ, അവർ ഉദ്ദേശിച്ച പ്രോഫിറ്റിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച ആ ഒരു ലോസിൽ അവർക്ക് നിർത്താൻ കഴിയുന്നില്ല. ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്ന സൈക്കോളജിയാണ്. സൈക്കോളജിക്കലി പ്രകാരം നമുക്ക് വരുന്ന ഇമോഷൻസ് നമ്മൾ പറഞ്ഞ പോലെ ഫിയർ. ആദ്യത്താണ് ഫിയർ. ഫിയർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു രോഗമാണ്. ട്രേഡിങ്ങിൽ ഫിയർ എന്ന് പറയുന്ന ഒരു രോഗമാണ്, ചികിത്സിക്കുക. രണ്ടാമത്തെ എന്താണ്? ഗ്രീഡ്, ആർത്തി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിനോടുള്ള ആർത്തി. മൂന്നാമത്തെ എന്താണ്? ഹോപ്പ്. അതുപോലെ എന്താണ്? ഡൗട്ട്. ഇതാണ് മേജറായിട്ട് വരുന്ന ഇമോഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ ഓവർ കൺട്രോൾ ചെയ്യാമെന്നൊക്കെ നമ്മളെന്താണ് എപ്പിസോഡ് 2-ൽ, എപ്പിസോഡ് 1-ൽ, എപ്പിസോഡ് 3-ൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് പോയി കാണുക.
ഓക്കെ. അപ്പോൾ എന്താണ് നമുക്ക് ലാസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. റീസൺ ഫോർ കൺസിസ്റ്റൻസി കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ, ആദ്യത്തത് ലോ വിൻ റേറ്റ്. നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് പ്രകാരം നിങ്ങൾക്ക് ലോ വിൻ റേറ്റ് എന്ന് വെച്ചാൽ 40-ന് താഴേക്കായിരിക്കും നിങ്ങൾക്ക് വിന്നിങ് റേറ്റ് ഉള്ളത്. അതുപോലെ ടേക്കിംഗ് ലോ ക്വാളിറ്റി ട്രേഡ്സ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അതുപോലെ ലോ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് 40% ആണ് വിൻ റേറ്റ് എങ്കിൽ നിങ്ങൾ 1:1, അതുപോലെ 1:0.5, ഇതുപോലെ തന്നെ ഇല്ലോജിക്കലായിട്ടുള്ള ഒരു ബാഡ് ആയിട്ടുള്ള റിസ്ക് റിവാർഡൊക്കെ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടേക്കിംഗ് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ക്വിക്ക്ലി, ഫിയർ ഓഫ് ലോസ് എപ്പോഴും ഒരു ലോകമാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിട്ടു പോവുക. അതുപോലെ ടേക്കിംഗ് ലാർജ് ലോസ്, അതെന്താണ്, ഹോപ്പ് കാരണമാണ്. സ്റ്റോപ്പ് ലോസ് ഇറക്കി താഴേക്ക് വെച്ചിട്ട് ഒരു ചെറിയ ലോസിൽ ഇറങ്ങേണ്ടതിനെ വലിയ ലോസിൽ ഇറങ്ങുന്നു. ദാറ്റ്സ് എ ഫിയർ ഓഫ് ലോസ്. അതുപോലെ ഇൻകൺസിസ്റ്റൻറ്റ് റിസ്ക് പെർ ട്രേഡ്, ചിലതിൽ 1:2 വെക്കും, ചിലത് 1:3 വെക്കും, ചിലതിൽ 1:1 വെക്കും, ചിലതിൽ 1:2 വെക്കും, 1:1, 1:2. ഇങ്ങനെ റിസ്ക് റിവാർഡ് ഒരു കൺസിസ്റ്റൻസ് ആയിട്ട് വെക്കാത്തതിൻ്റെ കാരണമാണ് കൂടുതലായിട്ടൊരു ഇൻകൺസിസ്റ്റൻസി വരുന്നത്. നെക്സ്റ്റ് എന്താണ്, ചേഞ്ചിങ് അസറ്റ് ആൻഡ് സ്ട്രാറ്റജി പറയുമ്പോൾ എന്താ, ഒരു 10 ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ മിനിമം 100 ട്രേഡ്സ് എങ്കിലും ചെയ്യണം. പകരം 10ഉം 20ഉം ഒക്കെ എടുത്തതിന് ശേഷം എന്താണ്, എനിക്കിത് സെറ്റാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അസറ്റ് അങ്ങ് മാറ്റും. എന്ന് വെച്ചാൽ എന്താണ്, ഓക്കെ സ്റ്റോക്കിലൊരു ഗുമ്മില്ല, ഓപ്ഷൻസിലേക്ക് പോകാം. ഓപ്ഷൻസ് ഒരു ഗുമ്മില്ല, ഓപ്ഷൻസ് എപ്പോഴും പണി കിട്ടും, സെബി പണി തന്നുകൊണ്ടിരിക്കുക. അതിന് ഓരോ എന്താണ്, ഫോറക്സ് നോക്കാം, MCX നോക്കാം, ബിറ്റ് കോയിനൊക്കെ നോക്കും. നിങ്ങൾ ആലോചിക്കുക, ബിറ്റ് കോയിൻ്റെ ഒക്കെ ഒരു മൂവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആയെങ്കിൽ മാത്രമേ ആ ഒരു ഏരിയയിലേക്ക് ചെല്ലാൻ വേണ്ടി പറ്റൂ. നോക്കി നിന്നാൽ ട്രേഡ് എടുത്തു പോകും. അതുപോലെ തന്നെ എന്താണ്, സ്ട്രാറ്റജി എന്താണ്, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു ഐഡിയൽ ആയിട്ടുള്ള സ്ട്രാറ്റജിയിൽ അലൈൻമെൻറ്റ് വരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം വിന്നിങ് റേറ്റ് നോക്കി ആവറേജ് വിന്നിങ്, ആവറേജ് ലോസ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ എന്താണ് റിസ്ക് റിവാർഡ് നോക്കി, ഇതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് വേണം നിങ്ങൾ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്താൻ. അല്ലാതെ 10-20 ട്രേഡൊക്കെ എടുത്തതിന് ശേഷം ഒന്നും മാറ്റിയിട്ട് കാര്യമില്ല. അതൊന്നും ലോജിക്കലേ അല്ല. അപ്പം എന്താണ്, നിങ്ങൾ ഒരു കൺസിസ്റ്റൻസി കിട്ടാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു 7 റീസണാണ് ഇത്. ഈ 7 റീസൺ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും റിസൾട്ട്. ഓക്കെ, അപ്പം എന്താണ്, ലാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം. കൺക്ലൂഷനിൽ എന്താണ്, ഈ ഒരു വീഡിയോ സെഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ വീഡിയോ സെഷൻ ഈ കൺക്ലൂഷൻ പാർട്ട് വരെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബൾബ് കത്തിയിട്ടുണ്ടാവും. ഷുവറായിട്ട് നിങ്ങൾക്ക് ഒരു ബൾബ് കത്തിയിട്ടുണ്ടാവും. ഇതിൽ ഞാൻ ഒരു സ്ട്രാറ്റജിയോ ഒന്നുമല്ല പറയുന്നത്. ഇതിൽ പ്യൂർലി മാത്സ് ആണ് പറയുന്നത്. മാത്സിൻ്റെ പവർ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അതുകൊണ്ടൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി വെച്ച് നോക്കുക. ഇവിടെ മാജിക് അല്ല വെക്കുന്നത്, ഇവിടെ ലോജിക്കാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇവിടെ ലോജിക്കാണ് കാണിച്ചു തരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം വിന്നിങ് റേറ്റ്, റിസ്ക് റിവാർഡ് റേഷ്യോ, അതുപോലെ ആവറേജ് വിന്നിങ്, ആവറേജ് ലൂസ്, പൊസിഷണൽ സൈസിങ്, സൈക്കോളജി, ഇത് മാത്രമാണ് കളി. ഇവിടുത്തെ ഗെയിം എന്ന് പറയുന്നത് ഇതാണ്. സ്ട്രാറ്റജിക്കൊന്നും ഇവിടെ ഒരു സ്ട്രാറ്റജി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം നോക്കിയിട്ടുള്ള ഇവിടെ മെയിൻലി മൈൻഡ് ഗെയിമാണ്. മെയിൻലി നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോയും വിന്നിങ് റേറ്റും, അതനുസരിച്ച് നമ്മുടെ സൈക്കോളജി, ഇമോഷനെ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ സ്ട്രാറ്റജി പഠിച്ചുകൊണ്ടൊന്നും നിങ്ങൾ ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ട്രേഡിംഗ് എന്ന് പറയുന്നത് തന്നെ പ്രോബബിലിറ്റി ഗെയിമാണ്, പ്രോബബിലിറ്റി മൈൻഡ് ഗെയിമാണ്. എങ്ങനെ നമ്മളുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം? പല ആളുകൾക്ക് പോലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ പ്രോബബിലിറ്റി എന്താ? അറിയില്ല എന്ന്. ചില ആളുകൾക്ക് ചില സ്ട്രാറ്റജി ഉണ്ടാവാം, എക്സ്പയറി ഡേക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാവാം. ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിലൊരു പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് ഉണ്ടാക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ലൂസിങ് സ്ട്രീക്സ്, ക്യാപിറ്റൽ ഡ്രോ ഡൗൺ ഒക്കെ മനസ്സിൽ വെക്കുക. ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യുക. കാര്യം എൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് എന്താണ്, അതിനനുസരിച്ചുള്ള ഒരു ലൂസിങ് സ്ട്രീക്ക് എനിക്ക് ഉണ്ടാവും. ലൂസിങ് സ്ട്രീക്സ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അവിടെ റിസ്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ ഡ്രോ ഡൗൺ വളരെയധികമായിരിക്കും.
ഓക്കെ, അപ്പോൾ കൺക്ലൂഷനിൽ ഇത്ര കാര്യമേ ഉള്ളൂ പറയാനുള്ളൂ. അപ്പോൾ ഇനി അഡീഷണൽ ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, പല ആളുകളും കോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുക. പല ആളുകളുടെ ഇപ്പോഴത്തെ മെൻറ്റാലിറ്റി എന്താ പറയുക, ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിന് വിലയില്ല. ഓക്കെ, ഇപ്പം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നത് ഫ്രീ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഫ്രീ ആയിട്ടൊരു കാര്യം പറയുന്നത് പല ആളുകൾക്കും എന്താണ്, ഫ്രീ ആയിട്ടൊരു കാര്യം പറയാമെന്ന് പറയുന്നത് അതിന് വിലയില്ലാത്ത രീതിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കോഴ്സും ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്താ ചെയ്യുക, യൂട്യൂബ് വഴി പഠിപ്പിക്കുക, കമൻറ്റ് വഴി ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇതിനും പുറമെ ഒരു കാര്യം ഇവിടെ ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇതുപോലെ പറയേണ്ട ഒരു കാര്യം എന്താ, നമ്മൾ ICTൻ്റെ ഫൗണ്ടേഷൻ സീരീസ് ചെയ്തു, ICTൻ്റെ മാസ്റ്റർ ക്ലാസ് ചെയ്തു, അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിൽ എങ്ങനെ ICT ചെയ്യണം അതിൻ്റെ ഒരു സീരീസ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ മാർക്കറ്റ് മേക്കേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് മാർക്കറ്റിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നൊരു സീരീസ് ചെയ്തു. ഇവിടെ എന്താണ്, ഓരോ സീരീസ് ചെയ്യുന്ന സമയത്ത് പറയും എന്താണ്, സൈക്കോളജി വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ സൈക്കോളജി വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറയുന്ന കാര്യം എന്താണ്, നിങ്ങൾ മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യുന്ന വീഡിയോ ചെയ്യൂ. അപ്പോൾ എന്താണ്, മനുഷ്യരുടെ മനസ്സ് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കും. പിന്നെ പല ആളുകളും ചോദിക്കുന്ന കാര്യമാണ്, ഡെയിലി മാർക്കറ്റ് അനാലിസിസ് ചെയ്യുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡെയിലി മാർക്കറ്റ് അനാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ലെക്ചേഴ്സ് എടുക്കാൻ വന്ന ആളാണ്. അല്ലാതെ നിങ്ങൾക്ക് പറയാണ്, ഈ ലെവൽ മാർക്ക് ചെയ്ത് നോക്കൂ, ഈ ലെവൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ താഴേക്ക് എടുക്കൂ, ഈ ലെവൽ ഇങ്ങനെ ഒരു കാര്യമായിട്ടൊരു എഫേർട്ട് എടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ചോദിക്കുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് നാളേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് പറഞ്ഞോ. ഞാൻ ഒരു കാരണവശാലും ഇതുപോലത്തെ ഫൂളിഷ്നെസ് ചെയ്യില്ല. നിങ്ങൾക്ക് ലെവൽസ് പറഞ്ഞു തരുന്ന ആളുകൾ യൂട്യൂബിൽ പല ആളുകളും ഉണ്ടാവും. രാത്രി 7:30 8 മണിക്കൊക്കെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ലെവൽസ് പറഞ്ഞു തരും, ഇതുപോലെ മാർക്ക് ചെയ്ത് നോക്കൂ, ഇതിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതെടുക്കൂ. ഇവിടെ ആ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട സാധനം, നിങ്ങൾ വേറെ ഒരാളെ സാധനം പോയി കോപ്പി അടിച്ചിട്ട് ആ ലെവൽ, ഒരാളൊരു ലെവൽ പറഞ്ഞു തരികയാണെങ്കിൽ അയാളുടെ മൈൻഡിലുള്ള കാൽക്കുലേഷൻ വെച്ചിട്ടാണ് അയാൾ ആ ഒരു ലെവൽ പറഞ്ഞു തരുന്നത്. ആ ലെവൽ നിങ്ങളുടെ മൈൻഡ് സെറ്റായിട്ട് അലൈൻ ആകില്ല. ആദ്യം അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താ കൺക്ലൂഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, നമ്മൾ സൈക്കോളജി ചെറുങ്ങനെ പഠിച്ചു വരുന്നു, പൊസിഷണൽ സൈസിങ് പഠിച്ചു, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ്. ഇപ്പം നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നല്ലോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.